എടി ഇങ്ങോട്ട് തിരിഞ്ഞു അടിക്കാൻ പാടില്ലടി പെണ്ണെ. ഇങ്ങോട്ട് തിരിഞ്ഞു അടിക്കടി പെണ്ണെ. ഇത്രയ്ക്ക് പ്രായമായിട്ടും മുതലാളിയുടെ ആ രസികത്വം കളഞ്ഞിട്ടില്ല. എനിക്ക് ഒരു 8 അണ വേണ്ടിയിരുന്നു. എന്തിനാ? മാമന് സുഖമില്ല, മരുന്ന് വാങ്ങാനാ. വാങ്ങണ്ട. ആഴ്ചക്കൂലി കിട്ടുന്ന ദിവസം സുഖക്കേടൊന്നും ഉണ്ടായില്ലല്ലോ. അതൊക്കെ പുളിശ്ശേരി വെച്ച് കഴിഞ്ഞപ്പോഴാ ഇപ്പൊ മരുന്ന്. ഇന്നലെ നല്ല പനിയുണ്ടായിരുന്നു, കിടക്കപ്പാൻ എഴുന്നേറ്റിട്ടേ ഇല്ല. ചങ്ങരപ്പിള്ളേ, ഇതേടാ അതിൽ സംസാരിക്കുന്നതേ മുതലാളിക്ക് ഇഷ്ടമല്ല. പ്രവർത്തിയില്ല കാര്യം. നീ എന്ന് മാവനോട് എന്ന് പറ, ആഴ്ചക്കൂലി കിട്ടുമ്പോ മരുന്ന് മേടിക്കാം. ഓടെ അവിടുന്ന് അല്ലേ പോകാൻ പറഞ്ഞു. ഓക്കെ, പേടിപ്പിക്കാന്നോ? രണ്ടു വലിയ കണ്ടും വെച്ചോണ്ട്. മരുന്ന് കിട്ടിയോ മോനെ? എന്താ കാശ് തന്നില്ല? തരയില്ല. പണിയെടുക്കാൻ കഴിവുണ്ടെങ്കിലേ അവർക്ക് നമ്മളെ ആവശ്യം വരും. പണ്ടൊക്കെ ഈ മായാണ്ടി ഇല്ലാതെ ഈ മലയിൽ ഒരു പണിയും നടക്കില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മുതലാളി ഈ മായാണ്ടി വേണം. അതൊക്കെ പഴയ കഥ. മാമൻ കഞ്ഞി കുടിച്ചോ? വേഷത്തില്ല മോനെ. കഞ്ഞി ഉണ്ടാക്കിയില്ലേ? ഇല്ല. കഞ്ഞി കുടിക്കാണ്ടിരുന്ന പനി എങ്ങനെയാ പോകുന്നത്? മാമൻ ഇരിക്കും, ഞാനിപ്പോ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വരാം. നിനക്ക് വേണ്ടായോ? വേണ്ട, ഞാന് മുതലാളിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു. മാമൻ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ആലോചിക്കുകയായിരുന്നു നിന്റെ അച്ഛനെ പറ്റി. പണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാട്ടിൽ പോകും. ഇരുട്ടായിട്ടും പണി തീർന്നില്ലെങ്കിൽ അവൻ പറയും, ചേട്ടാ നമുക്കിന്ന് ഇവിടെ കൂടാം, രാവിലെ എഴുന്നേറ്റ് പണി തുടങ്ങാം. രാത്രിയിൽ വല്ല മരക്കിഴങ്ങും ചൂടാക്കി തിരും. കുടിലിരുന്ന് കഞ്ഞി കുടിക്കുന്നതിനേക്കാൾ അവനതായിരുന്നു ഇഷ്ടം. ആനക്കാട്ടിൽ കാവലിൽ പോകുന്നവരൊക്കെ പട്ടച്ചാരായവും കുടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുമ്പോ കാട്ടാനെ വിരട്ടി ഓടിക്കാൻ അവരെ ഉണ്ടായിരുന്നു. ഒരു ദിവസം നേരം വെളുത്തു നോക്കിയപ്പോ ഏറുമാടത്തിന്റെ ചുവട്ടിൽ ആന ചവിട്ടിത്തേച്ച് നെല്ലും ചോരയിൽ കുളിച്ചു കിടക്കുന്ന കണാരൻ. കഞ്ഞി ചൂടാറും, മാമൻ കഴിക്കും.
ദാമേട്ടാ, എനിക്ക് ദാമേട്ടാ, നേരം എടുത്തു. അയ്യോ, ഇത്ര നേരം വെളുത്തോ? വേഗോ? നേരം വെളുക്കണില്ലേ എന്നും പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ. നിനക്കതിന് വേറെ വല്ല വിചാരവും ഉണ്ടോ? നേരം വെളുക്കുമ്പോ ആ പോത്തിന്റെ പുറത്ത് കയറി നടക്കണമെന്നല്ലാതെ. അതുകൊണ്ട് നാട്ടുകാരെല്ലാരും എന്നെ കാലം മുത്തു എന്നാ വിളിക്കണത്. മേഘം കൊണ്ടാ. പിന്നെ മാമന് ഇന്നലെ പഞ്ചോ? ഇല്ല, ഇന്നലെ കുറച്ച് കുറവുണ്ട്. വാ ദാമേട്ടാ, നേരമായി പോവാ. എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ ഇപ്പൊ വരാൻ പറ കാല. സ്നേഹം കൊണ്ടല്ലേ? ശരി പെണ്ണെ, നിന്റെ ശബ്ദവും കുയിലിന്റെ ശബ്ദവും കേട്ടാ തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ബുദ്ധിയില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇല്ല. പിന്നെ എന്തിനാ എന്നെ അടിച്ചേ? അയ്യോ, അടി കൊണ്ട് കാലൊടിഞ്ഞു പോയല്ലയോ? പാവം എന്റെ പൊന്നരാക്കമ്മയല്ലയോ? ക്ഷമിക്കും. അടുത്ത പ്രാവശ്യം ചന്തയിൽ പോയിട്ട് വരുമ്പോ ഞാൻ നല്ല ഒരു കാല് വാങ്ങിച്ചോണ്ട് വരാം. ഓ വേണ്ട. നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല, അമ്മയ്ക്ക് സുഖമില്ല. അതുകൊണ്ട് ഇന്ന് പണിക്ക് പോണ്ടാന്ന് പറഞ്ഞു. ആഹാ, എന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കറങ്ങുന്നേ? കഷായം വെക്കാൻ കുറച്ച് പച്ചമരുന്ന് എടുക്കാൻ വന്നതാ ഞാൻ. അപ്പോഴാ ദാമേട്ടനെ കണ്ടത്. അപ്പൊ നിനക്ക് കുയിലിന്റെ കൂട്ട് കൂവണമെന്നും തോന്നിയല്ലേ? എന്താടാ ഇവിടെ? മാട് മേയ്ക്കാൻ. നിനക്കിന്ന് ജോലിയൊന്നുമില്ലേടി? അമ്മയ്ക്ക് സുഖമില്ല. ഓ, അസുഖം മാറാനായിരിക്കും ഇവിടെ ഇങ്ങനെ കളിച്ചു നടക്കുന്നത്. നീ ആ കുരുമുളക് കാട്ടിലേക്ക് ചെല്ല്, അവിടെ കുറച്ച് ജോലിയുണ്ട്. ഓ, ദാമു, കുഞ്ചപ്പാടം കൊയ്ത്തു കഴിഞ്ഞ് നെല്ലെല്ലാം അളന്നോ? അളന്നു. എത്ര മേനി വിളവുണ്ട്? 21 മേനിയുണ്ട്. കതിര് വരുന്നതിന് മുമ്പ് ഒരു മഴയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കൃഷി ഇനിയും മെച്ചപ്പെട്ടേനെ. നെല്ലെല്ലാം മൊത്തമായിട്ട് കോയമ്പത്തൂർക്കാരൻ മണിസാമം എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പണിക്കാർക്കുള്ളത് നീക്കി വെച്ചിട്ട് ബാക്കി കൊടുത്തേക്കാം അല്ലേ? പണിക്കാർക്ക് എന്തിനാ നെല്ല്? ഇത്തവണ കൊയ്ത് കയറിയപ്പോ അവര് പറഞ്ഞതാ, മുതലാളിയോട് പറഞ്ഞു കുറച്ച് നെല്ല് അവർക്ക് കൊടുക്കണമെന്ന്. അല്ലെ, നമ്മൾ കൂലിയായിട്ട് കൊടുത്താൽ മതി. ഒന്നും വേണ്ട, ഇപ്പൊ നെല്ലിന് നല്ല വിലയുള്ള സമയ. അപ്പോഴാ കൂലിക്കാർക്ക് നെല്ല്. നീ ആ കുരുമുളക് പറിക്കുന്നിടത്ത് പോയില്ലേ? പോയി ജോലി നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കയ്യും വീശി കൊണ്ട് പോന്നാ പോരാ. കള്ള വർഗ്ഗങ്ങളാ, കൂടെ നിൽക്കണം. ഇൻകം ടാക്സിൽ പിന്നെ ആ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എല്ലാം റെഡിയാണ്. പക്ഷേ അച്ഛൻ കൂടെ ഞാൻ വന്നേക്കാം. ആ, ഗീതയ്ക്ക് പണം അയച്ചോ ശങ്കരപ്പിള്ളേ? ഇല്ല, ഇന്ന് അയച്ചേക്കാം. കാര്യം താമസിക്കുന്നത് അമ്മാവന്റെ കൂടെ ആണെങ്കിലും അവളെ പഠിപ്പിക്കുന്ന പണം എന്റേതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇന്ന് തന്നെ അയച്ചു. അയക്കാം. ഓ, അതാണ് നമ്മുടെ ഫാക്ടറിയുടെ സൈറ്റ്. ഓ, നമ്മുടെ കുറെ തൊഴിലാളികളെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഇക്കാലത്ത് ഫാക്ടറിയും കമ്പനിയൊക്കെ തുടങ്ങുന്നത് സൂക്ഷിച്ചു വേണം മുതലാളി. ഒക്കെ കൊടി പിടിക്കാനും ഇംഗ്ലാബ് വിളിക്കാനും തുടങ്ങിയാൽ പിന്നെ കമ്പനി കൂട്ടേണ്ടി വരും. ശങ്കരപ്പിള്ളയ്ക്ക് എന്നെ മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല. എന്റെ മുമ്പിൽ കൊടി പിടിക്കാൻ ധൈര്യമുള്ളവർ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോടോ? അല്ല, ഏത് കൊടി മുതലാളിയെ കാണുമ്പോ താന്നു പോവും. ശങ്കരപ്പിള്ളേ, ഓ, ഇത് അത് നമ്മുടെ അക്കാളിന്റെ മോളാണ്. ഓഹോ, അവൾ ഇത്രയ്ക്ക് വളർന്നു പോയോ? പിന്നെ ആണുങ്ങളുടെ കൺവെട്ടത്ത് വിടാതെ അക്കാൾ വളർത്തുക. കുളി കഴിഞ്ഞുള്ള വരവായിരിക്കും അല്ലേ?
അതെ. നിന്റെ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയാണോ? ആ. നിങ്ങൾക്ക് പേരെന്താന്നാ പറഞ്ഞേ? ഞാൻ കൊച്ചിലെ കണ്ടിട്ടുള്ളതാ. ശാന്ത. പൊക്കോ. ശങ്കരപ്പിള്ളേ. എന്തോ? ശങ്കരപ്പിള്ളേ. പക്ഷേ അക്ക അന്നം പൊന്നാരായിട്ട് വളർത്തുന്ന ഒരു പെണ്ണ, ഒറ്റ മോളാ. ആശിച്ചതെല്ലാം ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഇല്ലേടോ? അത് ഇതും എന്റെ ഒരു ആശയാ. താൻ ഇന്ന് തന്നെ പോയി അക്കാളെ ഒന്ന് കാണണം. ഇതിനായിട്ട് ഞാൻ പോണോ? പോണം. ഒരു ഭയങ്കരിയാ. രാവതല്ല ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതേ നിനക്ക് വെച്ച് വളർന്ന് തരാനല്ല. കാശില്ലെങ്കിൽ ചായയും പലഹാരം തിന്നണ്ടാടാ. മൂക്ക് മുട്ട തിന്നേച്ച് ഇറങ്ങി അങ്ങോട്ട് പോകാൻ നേരം കാശ് പിന്നെ തരാം എന്ന് പറയാൻ ഞാൻ നിന്റെ ആരാ? അമ്മാവിയമ്മയോ? അക്കാളെ ഒരുമാതിരി മര്യാദയോട് പറഞ്ഞാലുണ്ടല്ലോ. അക്കാളെ മര്യാദ പഠിപ്പിക്കാനേ നീയല്ല ചത്തുപോയ നിന്റെ അപ്പൂവൻ വിചാരിച്ചാൽ നടപ്പില്ല. മര്യാദക്ക് കാശ് വെച്ചിട്ട് പോടാ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. അങ്ങനെ നീ അങ്ങ് ഇറങ്ങണ്ട. അയ്യോ, നിന്നെ ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് രൂപ തന്നിട്ട് വിളിച്ചോണ്ട് പോട്ടെ. ചേച്ചേ, എന്താ അക്കാളെ ഇത്? ആണൊരുത്തരെ നിങ്ങളിങ്ങനെ കയറി പിടിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? മറ്റുള്ളവർ എന്ത് വിചാരിച്ചാ എനിക്കെന്താ? കുന്തവോ? അല്ല, നിങ്ങൾ തന്നെ ഒന്ന് പറ. ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് നാളെ തരായി. ഇന്നാ എന്റെ കൈ കിട്ടിയത്. നീ ഇവിടെ എത്ര ആഴ്ച കൊടുക്കാനുണ്ട്? 1 രൂപ 13 പൈസ. അയ്യോ, 1 രൂപ 13 പൈസ. എടാ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ അതിവിടെ കൊണ്ട് കൊടുത്തേക്കണം കേട്ടോ. അക്കാളിനെ കളിപ്പിക്കുന്നത് മുതലാളിക്കും വിശിഷ്യ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അക്കാളെ സമാധാനപ്പെടും. ഒരു അവധി കൂടെ അവന് കൊടുക്കും. കൊടാ എന്താണ് വെറുതെ നോക്കിയേക്കുന്നത്? കാളെ, ഒരു ചൂട് ചായക്ക് പോരട്ടെ. ആ, അതിനു മുമ്പ് പറയാനുള്ളത് പറഞ്ഞേക്കാം. എന്താന്ന്? മുതലാളിക്ക് അക്കാലിനെ ഒന്ന് കാണണമെന്ന്. ഓ, അതാണോ? ഞാനിന്ന് രാത്രിയിൽ അങ്ങ് വരാമെന്ന് പറ. അല്ല, അത് വേണ്ട, മുതലാളി ഇങ്ങോട്ട് വരാമെന്ന്. ഇങ്ങോട്ടോ? അതെന്താ പതിവില്ലാതെ? ഇത്രയും നാളും ഞാൻ അങ്ങോട്ടല്ലേ വരാറുള്ളത്. അത് അല്ല, ആരെങ്കിലും കാണുമെന്നുള്ള പേടിയാണെങ്കിലേ പാതിര കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. അതുകൊണ്ടല്ല, മുതലാളിക്ക് കാണേണ്ടത് അക്കാലിന്റെ മോളെയാണ്. എന്താ നിനക്കൊരു വിഷമം പോലെ? മുതലാളി, മറ്റൊന്നും വിചാരിക്കരുതേ. സങ്കടം കൊണ്ടാണ്. എന്റെ മൂന്ന് പാവമ. അവളെ നല്ല നിലയിൽ വളർത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ദയവ് ചെയ്ത് അവളെ മാത്രം ആവശ്യപ്പെടരുതേ. എന്റെ ആഗ്രഹങ്ങൾക്ക് ആരും ഇന്ന് വരെ ഇതിന് നിന്നിട്ടില്ല. ഞാൻ ആശിച്ചിറങ്ങിയതൊന്നും നേടാതെ പോയിട്ടുമില്ല. അത് പകല് പോലെ സത്യം. മുതലാളി, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ എന്റെ മോളെ ഉപദ്രവിക്കരുതേ. അച്ഛനില്ലാത്ത ദുഃഖം അറിയാതെ ഞാൻ അവളെ വളർത്തിയത് ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. മുതലാളി തിരിച്ചു പോകൂ. വില പേശി എനിക്ക് പരിചയമില്ല. ഇന്ന് വരെ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടുമില്ല. നിനക്കറിയാമല്ലോ. അതൊക്കെ ഞാൻ മറക്കാം. പറ, നിനക്ക് എന്ത് വേണം? അയ്യോ മുതലാളി, എനിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ ഞാനും എന്റെ മോളും ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എന്നെ തോൽപ്പിച്ചിട്ടല്ലേ? അത് നടപ്പില്ല. ശങ്കരപ്പിള്ളേ. എന്തോ? ശങ്കരപ്പിള്ളേ. ഓ, ഞാൻ വേണമെങ്കിൽ മടങ്ങി പൊക്കോളാം. പക്ഷെ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തു സംഭവിച്ചാലും അതെല്ലാം സഹിക്കാൻ നീ തയ്യാറായിക്കോണം. ആരോടെങ്കിലും പരാതി പറയാൻ പോലും അമ്മയും മകളും ജീവിച്ചിരുന്നു വരില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. വെട്ടിക്ക്.
നേരെ ഉച്ചയായാലോടി, ഇപ്പോഴാണോ മുട്ട അടിക്കുന്നത്? ഞങ്ങൾ ഉച്ചയ്ക്കാ മുറ്റ അടിക്കാറ്. അത് ഫസ്റ്റ്. ഇപ്പൊ ഇതൊക്കെ നടക്കും. നിന്നേറ്റ് എന്റെ കൂടെ പുറക്കാൻ വന്നാലുണ്ടല്ലോ ഈ പതിവൊക്കെ തെറ്റും. ആരെ കെട്ടണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്നെ അങ്ങനെയാ കൊച്ചാക്കാതെ. ഒന്നുമില്ലെങ്കിൽ നിനക്ക് ആ കുട്ടികൾ മുറച്ചെടുക്കണല്ലേ. അല്ല ഭൈരവനോ, നീ എപ്പ വന്നടാ? ഇപ്പൊ വന്നേ ഉള്ളൂ അമ്മായി. ഈ പെണ്ണിനെ കുറെ കൂടെ മര്യാദ പഠിപ്പിക്കണം. നേരെ ചെയ്ത വർത്താനം വരെ അറിഞ്ഞൂടാ. എടി, നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. കാണുമ്പോ മുഖമുറപ്പിക്കുമെങ്കിലും അവക്ക് എന്നോട് വലിയ ഇഷ്ടമല്ലേ അമ്മായി? വെളുപ്പിനെ മലയിലേക്ക് പറയെടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്താ വരാഞ്ഞ്? ഞാൻ എത്ര നേരം കാത്തു നിന്നു. പണിയുണ്ടായിരുന്നു രാക്കമ്മേ. ഇനി കഞ്ഞൂടി കഴിഞ്ഞിട്ട് ഞാൻ അതിലേ വരാം. വൈകുന്നേരത്തിന് മുമ്പ് വിറകും കൊണ്ട് പോരാ. വേണ്ട രാക്കമ്മേ, ഞാൻ വരുന്നില്ല. എന്തേ? എനിക്ക് കടയിൽ പണിയുണ്ട്. അവിടെ ചേച്ചിയുടെ അമ്മയില്ലേ? അമ്മയുടെ കാലം കഴിഞ്ഞാലും കട നടത്താൻ ആള് വേണ്ടേ? രാക്കമ്മ, രാക്കമ്മ, രാക്കമ്മ. കാത്തിരിക്കാൻ തുടങ്ങിട്ട് എത്ര നേരമായി നിനക്കറിയോ? വിളിച്ചാൽ ഉടനെ വരാൻ പറ്റുമോ? എനിക്ക് വേറെ എത്ര ജോലിയുണ്ട്. അപ്പൊ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലയോ? ഓ, വലിയ ജോലി. കാലത്തെ മാടിനെയും കൊണ്ട് ഇവിടെ വരും. അതുകൾ കാട്ടിക്കയറി പുല്ല് തിന്നും. വൈകുന്നേരം തിരിച്ചു പോരുകയും ചെയ്യും. അതുവരെ പിള്ളേരുമായി കളിക്കും. ഇതല്ലേ ജോലി? അത് മാത്രമല്ല, വാ നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞുതരാം. അയ്യോ, എനിക്ക് പോകാൻ നേരമായി. അമ്മ വെള്ളം എടുക്കാൻ പറഞ്ഞേച്ചതാ. എന്നാ ചെല്ല്. എന്താ പോവാത്തെ? അമ്മ വെള്ളത്തിന് കാത്തിരിക്കാവും. ചെല്ല്. വേണ്ട, എന്താ പറയാനുള്ള വെച്ചാ പറയും. ഇങ്ങ അടുത്തു വാ പറയാം. ഇങ്ങ അടുത്തു വാ. പിന്നെ 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 ഇനി ഞാൻ മിണ്ടില്ല. താമരപ്പൂങ്കാറ്റ് പോലെ നാണിച്ചോടും കാട്ടു പെണ്ണേ, താമരപ്പൂങ്കാറ്റ് പോലെ നാണിച്ചോടും കാട്ടു പെണ്ണേ, ചെന്തളിരിൻ കാലി കെട്ടാൻ വാ, പവിഴം വിരിയും നിന്റെ ഇളം മേനിയിൽ ചെമ്പകപ്പൂവിതറാൻ വാ, ചെമ്പനീർമാല ചൂടാൻ വാ. മാനത്ത് ചന്ദ്രൻ വന്നാലും മണ്ണിൽ പൂക്കാലം വന്നാലും കന്നിപ്പെണ്ണി നിന്റെ മുന്നിൽ ചന്ദനത്താലം കാഴ്ചവെക്കും. മാനത്ത് ചന്ദ്രൻ വന്നാലും മണ്ണിൽ പൂക്കാലം വന്നാലും
കന്നിപ്പെണ്ണെ നിന്റെ മുന്നിൽ ചന്ദനത്താലം കാഴ്ചവെക്കും. കരിമിഴിയിൽ കവിത ചൊല്ലും കനവുകളോടെ കളമൊഴി എൻ കരളിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. കരിമിഴിയിൽ കവിത ചൊല്ലും കനവുകളോടെ കളമൊഴി എൻ കരളിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. താമരപ്പൂങ്കാറ്റ് പോലെ നാണിച്ചോടും കാത്തു പെണ്ണേ, ചെന്തളിരിൻ കാലി കെട്ടാൻ വാ, പവിഴം വിരിയും നിന്റെ ഇളം മേനിയിൽ ചെമ്പകപ്പൂവിതറാൻ വാ, ചെമ്പനീർമാല ചൂടാൻ വാ. അന്തിക്ക് ചൊക്കുന്ന ചെമ്മാനം മാനത്തെ ദേവന്റെ സിന്ദൂരം, ചന്തമിഴും നിന്റെ മുന്നിൽ വെളുവെളുത്തൊരു കാട്ടുപൂവാ. അന്തിക്ക് ചൊക്കുന്ന ചെമ്മാനം മാനത്തെ ദേവന്റെ സിന്ദൂരം, ചന്തമിഴും നിന്റെ മുന്നിൽ വെളുവെളുത്തൊരു കാട്ടുപൂവാ. കരിവളകൾ കിരുകിലെ നീ കിലുക്കിയോടുമ്പോൾ കതിരണിയും കരളിനുള്ളിൽ പുതിയൊരുന്മാദം. കരിവളകൾ കിരുകിലെ നീ കിലുക്കിയോടുമ്പോൾ കതിരണിയും കരളിനുള്ളിൽ പുതിയൊരുന്മാദം. താമരപ്പൂങ്കാറ്റ് പോലെ നാണിച്ചോടും കാട്ടു പെണ്ണേ, ചെന്തളിരിൻ കാലി കെട്ടാൻ വാ, പവിഴം വിരിയും നിന്റെ ഇളം മേനിയിൽ ചെമ്പകപ്പൂവിതറാൻ വാ, ചെമ്പനീർമാല ചൂടാൻ വാ. ഓഹോ ഓഹോ എടി, എവിടെയായിരുന്നടി ഇത്ര നേരം? വെള്ളം എന്തിയടി? കുടം പൊട്ടിപ്പോയമ്മ. പൊട്ടിയതല്ല, ഇപ്പോഴത്തെ കുടങ്ങൾക്ക് കാലുണ്ട്, എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം. ഏതെങ്കിലും ആണും പെണ്ണും പാട്ടും പാടി നടക്കുന്നത് കണ്ടാൽ ഇവന് സഹിക്കില്ല, ഉടനെ സ്ഥലം വിടും. കള്ളൻ. ഞാൻ ഇതിലേ വരുമ്പോഴാണ് ഈ കുടം തനിയെ ഇങ്ങനെ പോകുന്നത് കണ്ടത്. ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകും. ശരിയല്ലേ ഇതാക്കുന്നു? അല്ല, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ഇങ്ങോട്ട് നോക്കി, എനിക്ക് കുടം വേണ്ട. ഇങ്ങോട്ട് കുടം പൊട്ടിപ്പോയെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ എന്താടി മിഴിച്ചിരിക്കുന്നത്? കൊച്ചുമൈലാളി പറഞ്ഞതിന്റെ അർത്ഥം എന്താടി? എടാ ഭൈരവ, ഈ രാക്കമ്മ നിന്റെ മുറപ്പെണ്ണല്ലേ? അതെ മുതലാളി. പിന്നെ എന്താ നിങ്ങളുടെ കല്യാണം നടക്കാത്തത്? അതിന് അവള് സമ്മതിക്കണ്ടേ? എടാ, ഈ ലോക ചരിത്രത്തിൽ പെണ്ണിന്റെ സമ്മതം വാങ്ങിച്ചിട്ട് ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ? അയ്യോ, എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല മുതലാളി, അവക്ക് ആ ദാമുവിനെ വലിയ ഇഷ്ടമാണ്. നാണമില്ലടാ നിനക്ക് സ്വന്തം മുറപ്പെണ്ണിന് വേറൊരുത്തിനോട് ഇഷ്ടമെന്ന് പറയാൻ? എപ്പ എന്ത് തോന്നുന്നു അത് അപ്പ ചെയ്യണം. അവനാണ്, മനസ്സിലായോ?
മനസ്സിലായല്ലോ? ആ ദാമുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദേഹമുളകി ജോലി ചെയ്യാത്തത് അവന്റെ കുഴപ്പം. അവന്റെ ഈ മാട് മേക്കൽ നിർത്തി വല്ല മലയിലേക്കും പറഞ്ഞേക്കണം. എന്നാ പിന്നെ രാക്കമ്മയെ കെട്ടണ കാര്യം ഞാൻ ഏറ്റു. എനിക്കിന്ന് കൂട്ടിനാരെയും കൊണ്ടുവന്നിട്ടില്ലേ? അത് പിന്നെ ഭൈരവം മറക്കും. എന്നെ വിളിക്കേ. എടി പെണ്ണേ, അകത്ത് വാ. അല്ല, ഇതാര്? ശാന്തയോ? ഇത്രയും കാലം എന്റെ കണ്ണ് വെട്ടിച്ച് നടന്നിട്ട് നീ ഇപ്പോ ജീവിക്കണ്ടേ മുതലാളി? പിന്നെ ജീവിക്കണം, ജീവിക്കണം. ജീവിതമാണ് ഏറ്റവും പ്രധാനം. ആ ഭൈരവ, അക്കാളിന്റെ മോൾ ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. വാ. അകത്തെ കലത്തി കഞ്ഞി വെച്ചിട്ടുണ്ട്, കുടിക്കാൻ മറക്കരുത് കേട്ടോ. കഞ്ഞി കുടിക്കാൻ ആരെങ്കിലും മറക്കും? എനിക്കാണെങ്കിൽ കഞ്ഞി കണ്ടാ പിന്നെ മറ്റൊന്നും ഓർമ്മിക്കൂല. ആഹാ, എന്തിനാടാ കഞ്ഞിയുടെ കാര്യം പറയുന്നേ? തിന്നാൻ കൊള്ളാവുന്ന എന്തോ കണ്ടാലും പിന്നെ നിനക്ക് ഓർമ്മ കാണത്തില്ലെന്ന് എനിക്കറിയാം. ഏതാടാ കഞ്ഞി? വാ. നിന്നെ മുതലാളി വിളിക്കുന്നു. അതൊക്കെ അവിടെ ചെന്നിട്ട് അറിയാം. എന്താ ഭൈരവ, കുഴപ്പം വല്ലതും ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ദാമുവിനോട് ചെല്ലാൻ പറഞ്ഞു. ഏതായാലും ചെല്ലും. വാടാ. ആ നിക്ക്. നീ എങ്ങോട്ടാടാ? നിന്നെ ആരും അവിടെ വിളിക്കില്ല. എന്നെ ആരും വിളിക്കില്ലല്ലോ. ഒരാളി വിളിക്കുന്നു പറയുന്നു. എനിക്ക് കിട്ടി. ആ വന്നോ? നീ ഇന്ന് മുതൽ മാട് വയ്ക്കാൻ പോകണ്ട, മനസ്സിലായോ? താടിയാണെങ്കിൽ ജോലി ചെയ്യാത്തോണ്ട് നിനക്ക് കളി കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനി മലയിലെ പണിയോ തോട്ടത്തിലെ പണിയൊക്കെ ചെയ്താൽ മതി, മനസ്സിലായല്ലോ? ശങ്കരപ്പിള്ളേ, എന്തോ? മരം വെട്ടാനോ കല്ലിറക്കാനോ വെള്ളം തേവാനോ വല്ല ഉണ്ടെങ്കിൽ ഇവനെയും കൂടെ വിളിച്ചോളൂ. പൊക്കോ. ഞാൻ എന്ത് തെറ്റാ മുതലാളി ചെയ്തത്? എടാ, മുതലാളിയുടെ മറിയൊത്തി ചോദിക്കാറായി. എന്ന് തുടങ്ങിയടാ നിന്റെ അധികപ്രസംഗം? എടാ, മുതലാളി പറയുന്നത് അനുസരിക്കാനേ പാടുള്ളൂ. അത് എന്തിനാണ് ഏതിനാണ് എന്നൊന്നും ചോദിക്കരുത്. പോയെ. അല്ലേ, അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മുതലാളിയും കൊച്ചു മുതലാളി എന്ത് തീരുമാനിച്ചോ അത് തീരുമാനിച്ചതാ. മാഷേ, ഇവിടുത്തെ പോടാ തെണ്ടി അടിക്കും. വരും മാഷേ. ഈ ഷൂളില് ആരൊക്കെ തെണ്ടി മാഷ് തല നോക്കൂ മാഷേ. മാഷേ മാഷേ, ഇവിടുത്തെ ഈ കാട്ടില് എന്തോന്ന് ഷൂളാ മാഷേ തുടങ്ങണേ? മാഷേ, രാമോട്ട ഇവിടെ സ്കൂളോടൊക്കെ വന്ന മാഷാ. നമസ്കാരം മാഷ് കാരണം വന്ന മാഷ. പോടാ അവിടുന്ന് പോ മാഷ. പിന്നെ ഇവിടുത്തെ പോടാ അവിടുന്ന് മാഷ. തൊട്ട ആടിക്കും. ദാമേട്ട, ആ മാഷെ കണ്ട? ഇന്ന് പഠിപ്പുള്ള ആളാത്രേ. പുറം നാട്ടുകാർ ഈ നാട്ടിൽ വന്ന് എത്ര കാലം ജീവിക്കുമെന്ന് ആർക്കറിയാം എന്റെ ദേവി. ദാമേട്ട എന്നെ മാടിനെ തീറ്റാൻ പോയില്ലേ? ഇല്ല. എന്തേ? മുതലാളി പോകണ്ടെന്ന് പറഞ്ഞു. ഇനി മുതല് മലയിലെ പണിയും തോട്ടത്തിലെ പണിയും ഒക്കെ നോക്കിയാ മതി. ദാമേട്ടന് അതൊന്നും ശീലമില്ലല്ലോ. പണിയെടുക്കാൻ തുടങ്ങിയാല് എല്ലാം ശീലമാവും. നീ എന്തിനാ വിഷമിക്കുന്നേ? പണ്ടത്തെ പോലെ നമുക്ക് എപ്പോഴും കാണാനൊക്കില്ലല്ലോ. പണിയില്ലാത്തപ്പോ കാണാമല്ലോ. ആ കൊച്ചു മുതലാളിയാ ഇതിനൊക്കെ കാരണം. അയാൾക്ക് നമ്മുടെ ദേഷ്യം. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ രാക്കമ്മ. ആരോട് എപ്പോ വേണമെങ്കിലും ദേഷ്യപ്പെടാം. വെറുതെ ഉള്ള വിറകെല്ലാം കത്തിച്ച് കളയന്റെ അടി പെണ്ണേ. അതങ്ങ് അണച്ചിട്ടേരെ. ഇന്ന് ആർക്കും ചായ വേണ്ടെന്നാ തോന്നുന്നത്. ആരാ പറഞ്ഞ വേണ്ടെന്ന്? വേണം, എനിക്ക് വേണം. കേമാൻ എവിടെ പോയിട്ട് വരിക? ഇതെന്തൊരു ചോദ്യമാ? എനിക്ക് ഇവിടെ കയറ്റി വന്നൂടെ? ഇരിക്കേ. അക്കാളെ ഒരു ചായ ഇങ്ങോട്ട് താ. എടി പെണ്ണേ, ഈ വിളക്കിനകത്ത് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു വെക്കേ. ഒന്നല്ലേ? ചായ. അക്കാളെ തിന്നാനൊന്നുമില്ലേ?
ചന്തയിൽ പോയില്ല. അക്കാൽ ഇപ്പോൾ തന്നെ ചന്തയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്ന നാണക്കേടല്ലേ? വാങ്ങിച്ചോ, ഞാനല്ലേ തരുന്നത്. ശാന്ത അകത്തുണ്ടോ? ഏമ്മ കണ്ടില്ലേ? കണ്ടു, എന്നാ കണ്ടില്ല. ആ, ഇവിടെ ദൈവത്തെയും പൂജാരിയും പേടിക്കണമല്ലോ. ഏമാൻ അവളെ കാണാൻ അത്രയ്ക്ക് മോഹമാണെങ്കിലേ അകത്തേക്ക് പൊയ്ക്കൊള്ളൂ. ഓ, ശാന്തേ, അക്കാളെ അക്കാളെ കായ കാശുണ്ടോ? കാശില്ലാണ്ട് അക്കാള് തരൂലെന്ന് എനിക്ക് അറിയാമല്ലോ. ആ പടിയെ വെച്ചേക്ക്. ആ ഗ്ലാസിങ് എടുത്തോടാ. ഇതാരുടെ ചെരുപ്പാ? എന്റെ. നോണ നോണ, ഇത് അഞ്ചെരുപ്പാ. എന്നാൽ ആരുടെയാണെന്ന് നീ അറിയണ്ട. ശങ്കരപിള്ളയമാൻ. ഞാൻ കണ്ടു, ശങ്കരപിള്ളയമാനെ കണ്ടു. ഞാൻ എല്ലാരോടും പറയും അക്കാളിന്റെ മുന്നിൽ ശങ്കരപിള്ളയമാൻ കയറിയിരിക്കുന്നത് ഞാൻ പറയും. ചെരുപ്പ് വെള്ളി ശങ്കരപിള്ളയമാൻ അക്കാളിന്റെ എല്ലാരോടും പറയും. അക്കാളിന്റെ മുന്നിൽ ശങ്കരപിള്ളയമാൻ കയറിയിരിക്കുന്ന ചെരുപ്പ് വെള്ളിയിലാണ്. രാക്കമ്മ, രാക്കമ്മ, ആ, ഞാൻ കുടിലിൽ പോയി നോക്കി. അപ്പോഴാ അറിഞ്ഞത് നീ വിറക് കൊടുക്കാൻ പോയത്. അത് തലേ നടക്ക്, കാര്യമുണ്ടെന്ന്. എന്താ ഇത്? എന്താ ഇത്? നീ ഒന്ന് തുറന്നു നോക്ക്. ഇന്നലെ ചന്തയിൽ പോയപ്പോ വാങ്ങിയതാ. കഴിഞ്ഞിട്ട് ഞാനിട്ട് തരാം. നിനക്കിന്ന് ജോലിക്ക് പോറായില്ലേ? പോവാ കൊച്ചു മുതലാളി. ഇത് കൊള്ളാമല്ലോ വള. ഞാൻ ഇന്നലെ ചന്തയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാ. നീ നോക്കട്ടെ നോക്കട്ടെ. ഇതാ വള. എടേ, നിനക്ക് നല്ല വള തരാൻ പോലും അറിഞ്ഞൂടെ? എല്ലാം പൊട്ടിപ്പോയി. പാവം. ഏതായാലും പോയത് പോയി. ഇനി ആലോചിച്ച് നിൽക്കണ്ട. രാക്കമ്മ വേറെ നല്ല വള വാങ്ങിച്ചോളൂ, ഉടയാത്തത്. അല്ല രാക്കമ്മ? നീ ചെല്ല്, പോടാ. എന്താടാ നോക്കി നിൽക്കുന്നത്? പോടാ. ഓ, മാഷേ, ഈ സ്കൂളിൽ ചേർന്ന് പഠിച്ച സർക്കാരിന് രൂപ കിട്ടുവോ? ഇല്ല. പിന്നെന്തിനാ പഠിക്കണേ? പഠിക്കുന്നത് അറിവുണ്ടാകാൻ. അറിവുണ്ടാകുന്ന എന്തിനാ? അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. സ്കൂളിന്റെ പണിയൊന്ന് കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം. മാഷേ, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് പ്രസാദ്, ഗോവിന്ദസ്വാമി ഗൗണ്ടരുടെ ഏക മകൻ. കൊച്ചു മുതലാളിയാ. ഇപ്പൊ കുതിരയും കൊണ്ടാ നടക്കാറ്. ഞാൻ കേട്ടിട്ടുണ്ട്. നോ താങ്ക്സ്. ആട്ടെ, സ്കൂളിന്റെ പണിയൊക്കെ എന്തായി? ഒരുവിധമൊക്കെ ആയി. ഇനി കുട്ടികൾ വന്നാൽ മാത്രം മതി. കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കാ കൊച്ചു മുതലാളി. പോടാ പോടാ, പോയി നിന്റെ ജോലി നോക്ക്. അപ്പോ മാഷേ, ഇവിടെ പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേർ കുറവാണ്. താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ എന്റെ ജോലി. എന്നിട്ട് എന്താ കാര്യം?
ആട്ടെ മാസ്റ്റർ സ്ഥലം എവിടെ? എറണാകുളത്താ. അയ്യോ, എറണാകുളം പോലുള്ള ഒരു വലിയ പട്ടണത്തിൽ നിന്ന് ഇവിടെ ഈ കാട്ടുമുക്കിൽ വന്ന് മാസ്റ്റർ പാടുപെടുന്നത് എന്തിനാ? ജീവിക്കാൻ അല്ലേ? അതിന് പണം വേണം, സമ്മതിച്ചു. പക്ഷെ അത് സംഘടിപ്പിക്കാൻ വേറെ എന്തെല്ലാം നല്ല മാർഗങ്ങളുണ്ട് മാഷേ. അല്ല, സർക്കാരിനെ വഞ്ചിക്കണമെന്നാണോ പറയുന്നത്? ഇതിലെന്തോന്ന് വഞ്ചന ഇരിക്കുന്നു മാഷേ? പരിശോധനയ്ക്ക് ആള് വരുമ്പോ ഇവിടെ 10-20 പിള്ളേർ വേണം. അത് ഞാൻ ഏറ്റു. മാസ്റ്റർ ചുമ്മാ ശമ്പളം വാങ്ങിച്ചോണം. കുട്ടികളെ പഠിപ്പിക്കുന്നത് വെറും ഒരു തൊഴിൽ മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് മിസ്റ്റർ പ്രസാദിനോട് യോജിക്കാൻ തൽക്കാലം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ കൈ ഇങ്ങോട്ട് തരണം മാഷേ, തരണം. കറക്റ്റ്, ഇതേ വാചകം തന്നെയാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന മാസ്റ്റർ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാം, 3-ാം ദിവസം ജോലി വെള്ളത്തിലായി. സത്യം പറഞ്ഞാൽ അതിന്റെ കാരണം ഞാനല്ലായിരുന്നു, എന്റെ ഫാദർ. മിസ്റ്റർ പ്രസാദ്, പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പറയണം. ക്ഷമിക്കണം, എനിക്കല്പം ജോലിയുണ്ട്. ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. അങ്ങോട്ട് വരാൻ മടിക്കണ്ട. സേഫ് റൈറ്റ്. നീ കഞ്ഞി കുടിക്കാൻ വരണ്ട. ഇല്ല, ഞാനിപ്പോ വരുന്നില്ല. ഇതെന്താ നീ ഇവിടെ? എനിക്കറിയാം ദാമുവേട്ടൻ കഞ്ഞി കൊണ്ടുവന്നിട്ടില്ലാന്ന്. അതല്ല, എനിക്ക് വിശപ്പില്ല. ഞാൻ ഓ പിന്നെ ഒരാന കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. ആ ഇരിക്കും. കഴിക്കേ. കൊച്ചു മുതലാളി കയ്യെ കയറി പിടിച്ചപ്പോ നിനക്ക് നൊന്തോ? നൊന്തു. കയ്യല്ല, നെഞ്ച്. സാരമില്ല, ഇനി ഞാൻ ചന്തയിൽ പോകുമ്പോ അതിൽ നല്ല വള നനയ്ക്കാൻ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട, എന്റെ ദാമുവേട്ട മാത്രം മതി. കൊച്ചു മുതലാളിയാന്ന് തോന്നുന്നു. നീ വേഗം വീട്ടിൽ പൊക്കോ. ശങ്കരപ്പിള്ള കലികാലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ നടക്കുന്നതെല്ലാം കലികാലത്തിന്റെ വിശേഷങ്ങളാ. കന്നുകാലി വെച്ച് കിടക്കുന്ന പിള്ളേരെ പഠിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് ആള് വരിക, അവരെ പഠിപ്പിച്ച് അനുസരണശീലം ഇല്ലാത്തവരാക്കി തീർക്കുക. നമ്മുടെ പണിക്കാരുടെ വീട്ടിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ ആരെ അയക്കണ്ട. അതുപോരാ, ആ മാഷെ കയ്യിലെടുക്കണം. അയാൾ അങ്ങനെ വീഴുന്നൊരു പാർട്ടിയൊന്നുമല്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. എന്നിട്ട് എന്ത് പറഞ്ഞു? സർക്കാർ കാശ് കൊടുക്കുന്നത് മുതലാളിമാരുടെ വാക്ക് കേൾക്കാനല്ലാത്ര. അല്ല, അത് നമ്മളത്ര കാര്യമാക്കണ്ട. നമ്മളെ കുറിച്ച് മനസ്സിലാക്കുമ്പോ അവൻ താനെ ഇവിടെ എത്തും. പരമ്പരാഗതമായി നമ്മുടെ കുടുംബം അടക്കി ഭരിക്കുന്നതാണ് ഈ പ്രദേശം. ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കാൻ മറ്റാരെയും അനുവദിക്കരുത്. അച്ഛൻ അതിനെക്കുറിച്ച് ഒന്നും ഭയപ്പെടണ്ട, ഞാനുണ്ടല്ലോ അച്ഛന്റെ മകനായിട്ട്. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങുകയാണ്. ശങ്കരപിള്ളേ, പാലക്കാട് നിന്ന് ലോറി വരും, ആ ചരക്ക അതിനകത്ത് കൊടുത്തയച്ചേക്കും. ശരി മുതലാളി. അല്ല, ഇതാര്? ഭൈരവനോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ മുതലാളി, വലിയ മുതലാളി വോട്ടെന്ന് കരുതി കാത്തു നിൽക്കുമായിരുന്നു. ആ പെണ്ണെന്ത് പറഞ്ഞു? രാക്കമ്മ കല്യാണത്തിന് സമ്മതിച്ചു? ഇല്ല മുതലാളി, പക്ഷേ ഭൈരവൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോ? എനിക്ക് നിന്റെ ഈ മറ്റടുത്ത വർത്താനൊന്നും കേൾക്കണ്ട. കാശ് ചേട്ടാ, കല്യാണം കഴിച്ചാലും ഇല്ലാലും എനിക്ക് ചെലവെന്ന് പറഞ്ഞാൽ കഷ്ടമായി പോയല്ലോ. കാശ് വാങ്ങിക്കുന്നതൊക്കെ കൊള്ളാം, കല്യാണത്തിന്റെ കാര്യം എങ്ങനെയും ശരിയാക്കണം. ഏറ്റല്ലോ ഏറ്റു. ചെല്ല. ആന. ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവി, ആർക്ക് പറയാം? ഞാൻ പറയാം. പറയും. പൂച്ച. പൂച്ച. പൂച്ചയെ വെള്ളത്തിലിട്ടാ ചത്തുപോകും. പൂച്ച വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി അല്ല. ആർക്ക് പറയാം? പറയും. ആന. ആനയോ? ആനയെ വെള്ളത്തിൽ കുളിപ്പിക്കാനേ കൊണ്ടുപോകും. കുരങ്ങ്. കുരങ്ങോ?
ചേച്ചി സുഖന്നട്ടെ ചെല് ചെല്. പിന്നെ എന്താ മാഷ് എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ക്ലാസ് നടക്കട്ടെ നടക്കട്ടെ. മാഷ് എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. പശു പശു നമുക്ക് എന്തെല്ലാം തരുന്നു? പാല്, ചാണകം, തൊഴി. എന്താ ഇന്നലെ എന്നെ തൊഴിക്കുന്ന ദാമോട്ടം കണ്ടല്ലേ? ഇനി നമുക്ക് ഇത് വായിക്കാം. കാലം. കാലം 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 പന. എന്നാൽ ഇന്ന് നമുക്ക് നിർത്താം. അയ്യോ വിശക്കണു, ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. കാലം എപ്പോഴും കഴിക്കണമെന്നേ ഉള്ളൂ. നീ പോടാ. എന്താ ദാമു? ദാമു എന്ന് എഴുതാൻ ഞാൻ പഠിച്ചു. ഓ, ഇനി എന്താ ദാമുവിന് അറിയേണ്ടത്? രാക്കമ്മ എന്ന് എങ്ങനെ എഴുതുക? ഓ, നിന്റെ രാക്കമ്മ അല്ലേ? നോക്കി. രാ ഇക്ക ഇമ്മ, രാക്കമ്മ. മാമൻ ഇതുവരെ ഉറങ്ങിയില്ലേ? നീ എവിടെ ആയിരുന്നടാ ഇതുവരെ? ഞാന് പഠിക്കാൻ പോയി. പഠിക്കോ? കുന്നിന്റെ ചോട്ടില് ഒരു സ്കൂള് തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് അയച്ച മാഷ. പകല് മുഴുവൻ കുട്ടികളെ പഠിപ്പിക്കും, രാത്രി ഞങ്ങളെ. മോനെ, നമ്മൾ പഠിക്കാൻ പാടില്ല. എന്നാരാ പറഞ്ഞേ? പഠിത്തം തമ്പുരാന്മാർക്കുള്ളതാ. മാമനോട് സമാധാനം പറയാന് എനിക്ക് വയ്യ. വേണമെങ്കിൽ ഒരു ദിവസം ആ മാഷ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. ജോലി ചെയ്യുമ്പോ ഉപദ്രവിക്കരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഞാൻ വന്നത് ഉപദ്രവായോ? പിന്നെ എന്നാ ഞാൻ പോവാ. അങ്ങനെ പിണങ്ങല്ലേ? വാ. വേണ്ട. നിക്ക്. ഇതാ എനിക്ക് പിടിക്കാത്തത്. പിന്നെന്താ ഉപദ്രവായെന്ന് പറഞ്ഞത്? ഇവിടൊക്കെ തന്നെ ഇങ്ങനെ നടക്കാവോ? തന്നെ നടന്ന എന്നെ ആരെങ്കിലും പിടിച്ച് തിന്നു? തിന്നും. ഞാൻ തിന്നും. കണ്ണടച്ചിരുന്ന ഞാനൊരു സാധനം തരാം. എന്താ അത്? ഇവിടെ ഇരിക്കും. ഇനി കണ്ണടയ്ക്കും. ഇനി തുറന്നു. ഇതെവിടുന്ന? അമ്മ ചന്തയിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്നതാ. അതിൽ നിന്ന് എടുത്തോണ്ട് വന്നു. ആ ഭൈരവൻ ഇന്നലെയും വന്ന് അമ്മയോട് കല്യാണക്കാര്യം പറഞ്ഞു. നീ സമ്മതിച്ച? ഞാനോ? ചത്താ സമ്മതിക്കില്ല. അത് മതി. അത് പോരാ, നമ്മുടെ കല്യാണം ഉടനെ നടത്തണം. കാവിലെ തോറ്റം കഴിയട്ടെ. അടുത്ത പൗർണമിക്ക് മുമ്പ് നമ്മുടെ കല്യാണം നടത്താം. രാമേട്ടാ, കല്യാണത്തിന് 4 കൂട്ടം പ്രഥമം വേണം, പഴം വേണം, പപ്പടം വേണം. നീ എവിടുന്നാ പണ്ടാരോ കയറി വരുന്നേ? ദാമോട്ടം ഇല്ലാത്തോണ്ട് ഒരു രസവും തോന്നണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാക്കമ്മ ഈ കുന്നേറി പോണത് കണ്ടത്. പുറകെ ഞാനും പോന്നു. നീ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞ ഇമ്മിണി നേരായോ? ഇമ്മണി നേരായി. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടല്ല. എല്ലാം ഞാൻ കേട്ടു. ഭൈരവൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞതും ചത്താലും രാക്കമ്മ സമ്മതിക്കില്ലെന്ന് പറഞ്ഞതും തോറ്റം കഴിഞ്ഞാ നിങ്ങളുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞത്.
രാമേട്ട ഇപ്രാവശ്യത്തെ തോറ്റ നമുക്ക് ഭംഗിയാക്കണം. കാവില് നിറച്ചു വിളക്ക് വേണം, നിറയെ ആള് വേണം, പാട്ട് വേണം, ആട്ടം വേണം. ദയ്യത്തക്കട 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 ദയ്യത്തക്കട. അതും പൂവെരിഞ്ഞതും നീയാളിതൊടി പെണ്ണാളെ കാവിൽ ഇന്നലെ തോറ്റം പാട്ടിന് കാട്ടും മൈനകൾ വന്നല്ലോ. കാട് പൂത്തതും പൂവിരിഞ്ഞതും നീയാളിതൊടി പെണ്ണാളെ വേല ചെയ്യുമ്പോ പാട്ട് വന്നത് ചൊല്ലിയോ. ഇന്നെന്റെ നെറ്റത്ത് സിന്ദൂരം ചാർത്താൻ തെക്കുന്നു വന്നൊരു പൊന്നമ്പ്രാൻ. ഇന്നെന്റെ നെറ്റത്ത് സിന്ദൂരം ചാർത്താൻ തെക്കുന്നു വന്നൊരു പൊന്നമ്പ്രാൻ. ഇന്നേരി വെച്ചൊരു കുപ്പായമിട്ടവൻ തിങ്കൾ കതിരു പോൽ നിന്നല്ലോ. എന്നുള്ളിൽ നൊമ്പരം കൊണ്ടല്ലോ. ഞാനില്ല കൊണ്ടേ നിന്റെ കൂടെ വന്നാലെന്തേവൻ കോപിക്കില്ലേ. ഞാനില്ല കൊണ്ടേ നിന്റെ കൂടെ വന്നാലെന്തേവൻ കോപിക്കില്ലേ. കാട് പൂത്തതും പൂവിരിഞ്ഞതും നീയാളിതൊടി പെണ്ണാളെ കായലോരത്ത് വേല ചെയ്യുമ്പോ പാട്ട് വന്നത് ചൊല്ലിയോ. കാവേരി തീരത്ത് നീ കണ്ടുവോ പൂന്തന്നലേ ദേവനേ. കാവേരി തീരത്ത് നീ കണ്ടുവോ പൂന്തന്നലേ ദേവനേ. മാനത്ത് പൂക്കുന്ന പൊന്നമ്പിളേ നീ കണ്ടുവോ എന്റെ മാദേവനേ. മാനത്ത് പൂക്കുന്ന പൊന്നമ്പിളേ നീ കണ്ടുവോ എന്റെ മാദേവനേ. കണ്ടല്ലോ ഞാൻ സംഗീതമായി വന്നില്ലയോ കാണിച്ചു നിൽക്കുന്നതിൽ സ്വപ്നമായി കാടിന്റെ തീരത്ത് കേൾക്കുന്നുവോ ആകെ തുടിക്കും നിൻ പൂമേനിയിൽ. കാടിന്റെ തീരത്ത് കേൾക്കുന്നുവോ ആകെ തുടിക്കും നിൻ പൂമേനിയിൽ. കാവേരി തീരത്ത് നീ കണ്ടുവോ. മഴയെല്ലാം മാറി കളിമുറ്റം വീണ്ടും പനിനീർ തൂകുന്ന വേദികളായി കല്യാണം വായോ കാഞ്ചന തേര് മാനത്തെ മുറ്റത്തിപ്പി മാലകളേ. മഴയെല്ലാം മാറി കളിമുറ്റം വീണ്ടും പനിനീർ തൂകുന്ന വേദികളായി കല്യാണം വായോ കാഞ്ചന തേര് മാനത്തെ മുറ്റത്തിപ്പി മാലകളേ. വസന്തം വന്നല്ലോ സുഗന്ധം തന്നല്ലോ ഉഷത്തെ നമ്മുടെ കാവിൽ ഇത്രയും വലിയൊരു തോറ്റം ഈ അടുത്ത കാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഒക്കെ ആള് ഈ ദാമേട്ടനാ. ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്താണ്ട് നമുക്ക് ഇതിനേക്കാൾ വലിയ പരിപാടി വെക്കണം. ആ ഞാനിതിലേ പോവാ. ഈ ഇരുട്ടത്തോ? ഇരുട്ടത്തും കണ്ണ് കാണാനുള്ള സൂത്രം എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇതിൽ നിന്ന് 5 ഓല എടുത്ത് കത്തിച്ചോ രാമു. വേണ്ട. പാവണേ.
എനിക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് ഒരു കള്ളനെ വളർത്തിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും ദൂരത്തിന് പോയ തക്കം നോക്കി എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒരു കൊള്ള ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് താമു? കൊച്ചു മുതലാളി കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നുണയാ. തോറ്റത്തിന് പോയ രാക്കമ്മ കൊച്ചുമുതലാളി പിടിച്ചപ്പോഴാ അപ്പോഴാ വഴക്കുണ്ടായി. എന്തു പറഞ്ഞു മുതലാളിയെ പറ്റി? മാറി നിൽക്ക് ചങ്ങമ്പള്ളി, മാറി നിൽക്കേ. രക്ഷപ്പെടാൻ വേണ്ടി ഒരു നുണയ്ക്ക് പോയാൽ 1000 നുണ പറയേണ്ടി വരും. ഇതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ? അച്ഛനവനെ പറഞ്ഞു. ഇത്രയും നല്ല മനസ്സുള്ള കൊച്ചു മുതലാളിയെ പറ്റി നിനക്ക് ഇത് പറയാൻ എങ്ങനെ ധൈര്യം വന്നിട്ട കുരുത്തം കെട്ടവനെ? ചുമ്മാ അരി ശങ്കരപ്പിള്ളേ പറഞ്ഞേ. ശങ്കരപ്പിള്ളേ, എന്തോ? ഇവരെ പിടിച്ച് പുറത്താക്ക്. ഓ, ഇവിടെ നിന്നാൽ അവൻ ഇനിയും നുണ പറയും. ഓടെ ഇവിടെ പക്കം വന്നിരിക്കുന്നു. മുതലാളി ഉണ്ടതിന്റെ നല്ല കാലം വന്നിരിക്കുന്നു. പോട്ടെ മോനെ, സാരമില്ല. തെറ്റ് ചെയ്തിട്ടില്ലാന്ന് നിനക്ക് ബുദ്ധിമുണ്ടല്ലോ. എത്ര പേരുടെ മുമ്പ് വെച്ചാണോ എന്നെ തല്ലിയത്? എന്ത് ചെയ്യാ മോനെ, നമുക്ക് തല്ലുകൊള്ളാനാ വിധി. തല്ലിയത് എന്തിനാണെന്ന് ചോദിക്കാൻ പാടില്ല. മാവനത് എത്ര കണ്ടതാ. നീയാണോടാ ദാമു? അതെ അമ്മ. നീ ഇന്ന് ഗോവിന്ദസ്വാമി ഗവർണറുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയില്ലേ? ഞാനോ? ഏമാനെ, അവനങ്ങനെ ആരോടും വഴക്ക് കൂടാറില്ല. തന്നോട് ചോദിച്ചില്ല. എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കയറി കളവ് നടത്തിയതും പോരാ, അത് ചോദിക്കാൻ വന്ന മുതലാളിയെ തല്ലിയും വേണം അല്ലേ? മുതലാളി തല്ലിയത്? അയ്യോ ഏമാനെ, മുതലാളി ഇവനെയാ തല്ലിയത്. എന്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന്റെ പേരിൽ ആ കൊച്ചു മുതലാളി കള്ളക്കേസുണ്ടാക്കിയത് ഏമാനെ. മുതലാളിമാരെ കുറ്റം പറയും. ഏമാനെ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ലേ, അവ പാവമാണ്. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. മുതലാളിയെ കൊന്നിട്ട് അവന് പണക്കാരനാവണം അല്ലേ? കൊണ്ടുപോകല്ലേ, രാമേട്ടനെ കൊണ്ടുപോകല്ലേ, രാമേട്ടനെ കൊണ്ടുപോകല്ലേ. എടാ ഭൈരവ, പണ്ട് പഠിക്കുന്ന കാലത്ത് പ്രസാദ് പ്രസാദ് എന്ന് കേട്ട എല്ലാവരും ചുമ്മാ ടക്ക് 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 എന്ന് വിറയ്ക്കുമായിരുന്നു. ആരും അറിയാതെ ഞാൻ എല്ലാ പോക്കൃതരങ്ങളും ഒപ്പിക്കും. ഒരിക്കൽ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ വിളിച്ചു പറഞ്ഞു, എന്റെ പൊന്നു മോനെ, നിന്റെ ബുദ്ധി കുറുക്കന്റേതാണല്ലോടാ എന്ന്. അവനെ പോലീസുകാർ തല്ലുമോ മുതലാളി? ഇല്ല, പാലും പഴവും കൊടുത്ത് വളർത്തും. തല്ലിക്കോട്ടടോ, കേസ് കോടതിയിലേക്ക് മാറും. അവൻ ജയിലിലാകുകയും ചെയ്യും. വിരോധം വല്ലതും ഉണ്ടോ? എന്നാ ഞാൻ ജയിച്ചു കൊച്ചു മുതലാളി. രാമു ജയിലിൽ പോയി എന്നറിഞ്ഞ രാക്കമ്മ എന്നെ കെട്ടാൻ സമ്മതിച്ചോളൂ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായല്ലോ? മനസ്സിലായി മുതലാളി. മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. എന്റെ മനസ്സിൽ ഭൈരവൻ എന്റെ സ്നേഹിതൻ, ഭൈരവൻ എന്റെ സ്നേഹിതൻ എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ മനസ്സിലായോ? ഒക്കെ ഭൈരവൻ ഏറ്റു. ഏറ്റല്ലോ? ഏറ്റു. എന്നാ ഒരു കാര്യം, ഏറ്റു മുതലാളി. നീ ഇപ്പൊ ചെല്ല്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ശരി. അല്ല, അക്കാള് കടയിറക്കാൻ തുടങ്ങിയാവും അല്ലേ? ഏമാനെന്താ ഇത്ര വൈകിയത്? ഓ, ഒന്നും പറയണ്ടെന്ന്. രാവിലെ തുടങ്ങിയ അലച്ചില. എന്തു പറ്റി? കോടതി വരെ ഒന്ന് പോയി. അല്ലേ, കൊച്ചുമുതലാളുടെ കൂടെ അതൊന്ന് വിചാരിച്ചോ? ആ ദാമുവിന്റെ കേസിന്റെ വിധി ഇന്നായിരുന്നു. എന്തായി? എന്താവാൻ, മുതലാളിമാരോട് കളിച്ചാലുണ്ടോ രക്ഷ കിട്ടാൻ? അവനെ ശിക്ഷിച്ചു. ഇനി ജയിലിന്റെ അഴി എണ്ണി കിടക്കാം. നേരോ? പിന്നല്ലാതെ. കൊച്ചു മുതലാളി വിചാരിച്ചാൽ നടക്കാത്ത കാര്യം വല്ലതും ഉണ്ടോ? എന്നാലും അവൻ കക്കുവെന്നും കള്ളം പറയുന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മുതലാളിക്ക് തോന്നി, അതാ കാര്യം. ആ രാക്കമ്മയുടെ കാര്യമാ കഷ്ടം. അവൾ അവനെ നോക്കിയിരിക്കുക. ഇത് നമ്മളോടാ കൊച്ചു മുതലാളി വേണോന്ന് വെച്ച് ചെയ്തതാ. നമ്മളെല്ലാവരും സന്തോഷമായിട്ട് കഴിയണത് അയാൾക്ക് കണ്ടുകൂടാ. ദാമോട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആരും മുതലാളിക്കെതിരെ പറഞ്ഞില്ല. ദാമുവേട്ടൻ വേഗം തിരിച്ചു വരും. വന്നാൽ ഉടനെ രാക്കമ്മയെ കല്യാണം കഴിക്കും. രാക്കമ്മ, ദേ ആ തടിയം വരണു.
എന്താണ് ഈ മുഖത്തൊരു വിഷമം? ഇപ്പൊ സന്തോഷമായല്ലോ അല്ലേ? ഏതായാലും അവൻ ജയിലിലായി. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്ത്? അപ്പോഴേക്കും മറന്നു. നമ്മുടെ കല്യാണ കാര്യം. ആരുടെ കല്യാണ കാര്യം? എന്റെ രാക്കമ്മയുടെ. പാടാ, രാക്കമ്മ ജീവനോടിരിക്കുമ്പോ അത് നടക്കൂല. നീ ആരാടാ അത് പറയാം? മുത്തു. ആരായാലും എന്താ, അവൻ പറഞ്ഞത് കാര്യം. നീ എന്റെ മുറപ്പെണ്ണ. ഉറപ്പിന്നെ തന്നെ കിട്ടണമെന്ന് ആരാ പറഞ്ഞേ? ആ അങ്ങനെ പറ രാക്കമ്മ, അങ്ങനെ പറ. നീ ഭൈരവനോട് വെല്ലുവിളിക്കണ്ട. വേണമെന്ന് വെച്ചാ ഇന്ന് നിന്നെ കല്യാണം കഴിക്കാൻ എനിക്കറിയാം. പിന്നെ നീ നോക്കിക്കൊടി. കല്യാണം കഴിക്കാൻ വന്നിരിക്കും ഒരു വലിയ മൂപ്പൻ. പാടാ അവിടെ. സാരമല്ല രാക്കമ്മ, ഭ്രാന്തനാ. ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിന്റെ മകള് വിവാഹപ്രായമായി. അവളുടെ വിവാഹം ഉടനെ നടത്തണം. ഞാനും അത് ആലോചിച്ചിട്ടുണ്ട് മുതലാളി. ദാമു ജയിലിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കും. നിന്റെ മകളുടെ വിവാഹം നടത്താൻ ദാമുവിന്റെ അനുവാദം വേണം. അതല്ല, അവക്ക് ദാമുവിനെ വലിയ കാര്യമാ. അതൊക്കെ മനസ്സിൽ വെച്ചേക്കാൻ പറ. ഈ നാട്ടിൽ ആരെ വിവാഹം കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ എനിക്കറിയാം. ആ ഭൈരവൻ അവളുടെ മുറച്ചെറുക്കനല്ലേ? അവനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചാൽ എന്താ? മുതലാളി, ഭൈരവൻ അവൻ എന്താ ഒരു കുറവ്? ഭൈരവനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കിട്ടുന്നത് നിങ്ങളുടെ ഭാഗ്യമാണതല്ലേ? മാത്രമല്ല, അവൻ ഈ കാര്യം സംസാരിക്കാൻ ഇവിടെ വന്നിരുന്നു. അവനും ഇതിൽ താല്പര്യമുണ്ട്. മുതലാളി, അവള് സമ്മതിക്കുന്നു തോന്നണില്ല. സമ്മതിക്കണം. ഞാനാ പറയുന്നത്. ചത്താലും ഞാൻ സമ്മതിക്കില്ല. മുതലാളിമാരെ വെറുപ്പിച്ച് ജയിലിൽ പോയ ഒരുത്തനെയാണോ നീ കാത്തിരിക്കുന്നത്? അവൻ തിരിച്ചു വന്നാലും നിന്നെ കേട്ടില്ല. അതിന് മുതലാളി സമ്മതിക്കില്ലടി. മുതലാളിയുടെ സമ്മതം നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഇന്നേ വരെ ഈ നാട്ടിൽ അതേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെ വേണ്ട. ഞാൻ സമ്മതിക്കില്ല. മുതലാളിമാര് തമ്പ്രാക്കളാ. അവരെ പിണക്കിയാൽ ദൈവം കോപിക്കും. മുതലാളിമാരെ പിണക്കിയാൽ കോപിക്കുന്ന ദൈവങ്ങളെ എനിക്ക് പേടിയില്ല. മോളെ, ഭൈരവനെ കല്യാണം കഴിക്കാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ മുതലാളി നമ്മളെ ഈ നാട്ടിൽ നിർത്തൂല്ല. വേണ്ടമ്മേ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. പ്രായമായി നിന്നെയും കൊണ്ട് ഞാൻ ഇവിടെ പോകും മോളെ. പോകാമെന്ന് വെച്ചാൽ തന്നെ ജീവനോടെ അവര് വിടൂല്ല. എന്റെ മോള് സമ്മതിക്ക്. ഈ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും. ഇല്ലെങ്കിൽ വല്ല വിഷവും തിന്ന് ഞാൻ ചാകും. എനിക്കറിയാൻ രാക്കമ്മേ, ദാമു എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, എല്ലാം വിധിയാണെന്ന് സമാധാനിക്കൂ. മാഷു അതാണോ പറയുന്നത്? അങ്ങനെ പറയണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ചുറ്റുപാടിൽ വേറെ മാർഗമൊന്നുമില്ല. ജയിലിൽ നിന്ന് എന്ന് തിരിച്ചു വരും എന്നറിയാത്ത ഒരുവനെയും കാത്ത് എത്ര കാലം നീ ഇങ്ങനെ ഇരിക്കും? അതും മനുഷ്യനെ കൊല്ലാതെ കൊല്ലുന്ന ഈ മൃഗങ്ങൾക്കിടയിൽ. എന്ന് വെച്ച് ഞാൻ ആ ഭൈരവനെ കല്യാണം കഴിക്കുന്നു. അതിലും ഭേദം ചാവുന്നതാ. അത് പറയാൻ എളുപ്പമാണ്. പക്ഷെ അതുകൊണ്ട് എന്താ ഫലം? ആരും ആശ്രയമില്ലാത്ത ഒരമ്മ മാത്രം ബാക്കിയാവും. നിന്നെ ഓർത്ത് വേദനിക്കാൻ അവർ മാത്രമേ ഉണ്ടാകൂ. ഞാൻ എന്ത് വേണമെന്ന് മാഷ് തന്നെ പറയൂ. നീ സ്വയം ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ നിനക്ക് നിന്റേതായ ഒരാളെ ഇവിടെയുള്ളൂ, നിന്റെ അമ്മ. അവരുടെ ആഗ്രഹമാണ് കുഞ്ഞെ പ്രധാനം. കരയരുത്. സ്നേഹം എപ്പോഴും വേദനയാണ്. ധൈര്യമായി പോകും. എല്ലാം നല്ലതിനു വേണ്ടി. ഇതെല്ലാം കഴിച്ച വാ. നിനക്കെന്നെ പിടിക്കില്ല എന്നറിയാം. പക്ഷേ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്.
എന്തിനാ കരയുന്നേ? മുത്തു, മുത്തു, നീ എന്തിനാ കരയുന്നേ? എന്നോട് മിണ്ടണ്ട. എന്തിനാ മുത്തു നീ എന്നോട് ദേഷ്യപ്പെടുന്നേ? നീ എന്റെ ദാമൂട്ടനെ മറന്നില്ലേ? എന്നിട്ട് കൊച്ചു മുതലാളിയുടെ പുറകെ നടക്കണ ആ ഭൈരവനെ കല്യാണം കഴിച്ചില്ലേ? എന്റെ ദാമൂട്ടനോട് നിനക്ക് സ്നേഹമില്ലങ്ങിട്ടല്ലേ? സ്നേഹമില്ലാത്തവര് മുത്തുനോട് മിണ്ടണ്ട. എന്തിനാ കരയണേ? ദാമുവേട്ടനെ ഞാൻ മറന്നതല്ല മുത്തു. ജീവിക്കാൻ അതേ വഴി ഉണ്ടായിരുന്നുള്ളൂ. ചത്താ മതിയെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ വയസ്സായ അമ്മയെ ഓർത്തപ്പോ മറ്റെല്ലാം ഞാൻ മറന്നു. രാക്കമ്മ കരയണ്ട. വിഷമങ്ങള് എല്ലാവർക്കും ഉള്ളതല്ലേ. കരയണ്ട രാക്കമ്മ, കരയല്ലേ. ഭൈരു, എടാ ഭൈരവ, ഇന്നെന്താടാ നിനക്കൊരു നാണം? ഭൈരവ, ഇങ്ങോട്ട് വയ്ക്കേ. ഏതായാലും കല്യാണം കഴിഞ്ഞു. നീ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ ഞാൻ നിനക്ക് കിട്ടിത്തരുകയും ചെയ്തു. ഒക്കെ കൊച്ചു മുതലാളിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ആണല്ലോ, അത് ഓർമ്മയുണ്ടായാൽ മാത്രം മതി. ഏതായാലും പുതുമണവാള ഇന്ന് കൊച്ചുമുതലാളിയുടെ കയ്യിൽ നിന്ന് ഒരു സ്മോൾ 3X റമ്മ് പിടിപ്പിച്ചേ പോകാൻ പറ്റൂ. വാ വാ. മാഷ് പറയുന്ന കേട്ടാ തോന്നും ദാമുവിനെ ജയിലിൽ അയച്ചത് ഞങ്ങളാണ്. അവൻ തെറ്റ് ചെയ്തു, നീയും അവനെ ശിക്ഷിച്ചു, അല്ലാതെന്താ? ശിക്ഷിച്ചത് ആരും ആകട്ടെ, പക്ഷേ പിച്ചു നടന്നു തുടങ്ങിയ കാലം മുതൽ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്താണ് അവൻ വളർന്നത്. ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കൊടുത്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവന് വേണ്ടി നിങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഞാൻ അവന്റെ രക്ഷകർത്താവൊന്നുമല്ല. അല്ലായിരിക്കും, പക്ഷേ അവൻ ഉൾപ്പെടുന്ന തൊഴിലാളികൾ രാവും പകലും ജോലി ചെയ്യുന്നത്
നിങ്ങൾക്കും നിങ്ങളുടെ വർഗത്തിനും വേണ്ടിയാ. പട്ടിണി കിടക്കുന്നവനൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചതാണോ തെറ്റായി പോയത്? ജോലി കൊടുത്തോണ്ട് മാത്രമായില്ലല്ലോ, അവൻ അർഹിക്കുന്ന പ്രതിഫലവും കൊടുക്കണ്ടേ. ആരോഗ്യം നശിക്കുന്നത് വരെ മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്ത് രോഗം വന്ന് കിടപ്പിലായ ഒരു തൊഴിലാളിയെ സഹായിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? നിങ്ങൾ കുറച്ച് ഏറി പോകുന്നു. ഇല്ല, ഞാൻ ഇപ്പോഴും വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുക. രോഗിയായ ആരും ആശ്രയത്തിനില്ലാത്ത മായാണ്ടിയെ ദയവായി നിങ്ങൾ സംരക്ഷിക്കണം. ദാമു നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് പറയേണ്ടി വരില്ലായിരുന്നു. അല്ല, ഇതാര്? മാസ്റ്റർ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാ മാഷെ വിശേഷം? മാഷ് നമ്മളെ കുറ്റപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുക. അതൊന്നുമില്ല. മാസ്റ്റർ നമ്മുടെ സ്വന്തം ആളല്ലേ. പറ മാഷെ, എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. ദാമുവിന് ജയിലിൽ അയച്ചത് നീ ഞാനും കൂടെ അത്രേ. അതിന് പ്രായശ്ചിത്തമായിട്ട് അവന്റെ ഒരു അമ്മാവനുള്ള ചാവാലി മായാണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു മഞ്ചൽ കൊണ്ട് അവിടെ പോയി അവനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി കാല് കഴിച്ച് കൂട്ടുകൊടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അയ്യോ, അതെന്താ മാഷേ? മാസ്റ്റർ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കില്ലേ? ദാം ഒരു പാവം ചെറുക്കനായിരുന്നു. മായാണ്ടി ആണെങ്കിൽ അതിലേറെ പാവം. അവന് ജയിലിൽ കിടക്കാനും അയാൾക്ക് പട്ടിണി കിടക്കാനും ആ യോഗം. നമ്മൾ എന്ത് ചെയ്യും? ദൈവം എഴുതുന്ന തലയിലെഴുത്ത് നമ്മൾ മാറ്റി എഴുതുന്നത് തെറ്റല്ലേ? ദൈവം എഴുതിയതല്ല, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന നിങ്ങൾ എഴുതിയ തലയിലെടുത്താണ്. അയ്യോ, മാസ്റ്റർക്ക് ദേഷ്യം വരുന്നു. അരുത് മാഷേ, ദേഷ്യം വരുന്നത് അപകടമാണ്. ഇവിടെ ദേഷ്യം വരുന്നവർക്കൊക്കെ കഷ്ടകാലമാണ്. ഇങ്ങോട്ട് നോക്കി, എനിക്ക് ദേഷ്യമേ വരില്ല. അതിരിക്കട്ടെ, പഠിപ്പിക്കലൊക്കെ എങ്ങനെ ഇരിക്കുന്നു മാഷേ? നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണല്ലേ? കണ്ടോ കാര്യം പറഞ്ഞപ്പോഴും പരിഹാസമായി. അച്ഛാ, മാസ്റ്റർ കാപ്പി കൊടുത്തു. മിസ്റ്റർ പ്രസാദ്, എല്ലാവരെയും വിട്ടികളാക്കുന്ന നിങ്ങളുടെ ഈ സമ്പ്രദായം അവസാനിക്കാൻ അധികകാലമൊന്നും വേണ്ട. നിങ്ങളാരാ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റോ? ഞാൻ ആരുമല്ല. നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ ഉള്ളിലെ തീയുണ്ടല്ലോ, അത് ആളിപ്പടർന്നാൽ മുതലാളികളുടെയും കൊച്ചു മുതലാളിയുടെയും പ്രതാപം കത്തിയിരിക്കും. അയ്യോ, അടങ്ങു മാഷേ, ശപിക്കരുത്. ചിലപ്പോ ഈ ശാപം ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ടൊരു വെടിയിലുണ്ട്. അപ്പോഴാണ് ഞാൻ സഹിച്ചോളാം. ഓക്കെ, താങ്ക് യു. പ്രസാദ്, അച്ഛനൊന്നും മിണ്ടണ്ട, ഈ കാര്യം ഞാൻ ഏറ്റു. കാക്കമ്മ, എന്നാ എന്തത്? വള ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാ. വാങ്ങു കാക്കമ്മേ. എനിക്ക് വേണ്ട മുത്തു. ഞാൻ തന്നോണ്ടാണോ വാങ്ങാത്ത? അല്ല, ഇനി എന്തിനാ എനിക്ക് പുതിയ വള? താമോട്ടനാണ് തന്നെങ്കിൽ ചാക്കമ്മ വാങ്ങൂല്ലേ? അപ്പോ എന്നോട് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? ജയിലിൽ പോണതിന് മുമ്പേ ചാക്കമ്മയെ കല്യാണം കഴിക്കണ കാര്യത്തെ പറ്റി താമോട്ടൻ എപ്പോഴും പറയും. ചന്തയില് മുന്തിയ വളയും മാലയും കാണുമ്പോഴൊക്കെ നിനക്ക് വാങ്ങി തരണോന്ന് പറയും. ഇപ്പോ താമോട്ടനില്ലല്ലോ, ചാക്കമ്മയ്ക്ക് വള വാങ്ങി തരാൻ പിന്നെ ഞാനല്ലാതെ വേറെ ആരുണ്ട്? എന്നാ താമോട്ടനാ തരുന്നെന്ന് കരുതിയാ മതി. ആ, കരയാൻ പാടില്ല. കരഞ്ഞ മുത്തും കരയും. ചിരിക്കിരാകമ്മ, ചിരിക്കിരാകമ്മ, ചിരിക്ക് ചിരിക്ക്. മുത്തു, മാഷ് എങ്ങോട്ടാ പോണത്? ഞാൻ പോവാണ്. എനിക്ക് സ്ഥലം മാറ്റമായി. എങ്ങോട്ട്? ദൂരെയുള്ള വേറൊരു സ്കൂളിലേക്ക്. മാഷ് പോവരുത്. പോകാതിരിക്കാൻ പറ്റില്ല മുത്തു. എന്താ മടിച്ചു നിൽക്കുന്നത്? ജോലി തുറന്നോളൂ.
വേഷം മാറിയപ്പോൾ രാക്കമ്മ കൂടുതൽ സുന്ദരിയായി. പാവം ദാമു, അവൻ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. എന്ത് ചെയ്യാം, എല്ലാം വിധിയല്ലേ. രാക്കമ്മേ, ഈ ടീപ്പോയി ഒന്ന് വൃത്തിയാക്കും. അയ്യോ, അഴുക്കൊന്നും പോയില്ലല്ലോ. ടീപ്പോയി തുടച്ച് പരിചയമില്ല അല്ലേ? ആരാക്കേ ആ ടവലൊന്നെടുക്കും. ഒരു ചിന്ന കൊതുക്, കൊസു தெரியாதா? KOSS தெரியும். കിച്ചു കിച്ചു വരുതാ. എന്ത് നല്ല കൈകൾ! ഈ കൈകൾ നിറയെ സ്വർണ്ണവിളകളായിരുന്നെങ്കിൽ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. വെറുതെ ശബ്ദം ഉണ്ടാക്കരുത്. ഭൈരവൻ വരില്ല. അവൻ അനുസരണയുള്ളവനാ. കൊച്ചു മുതലാളി, ഞാൻ പാവമാണ്. ഞാൻ പിന്നെ ആരാ? ഞാനും ഒരു പാവമാ. അതുകൊണ്ടാ നിന്നോടൊരു മോഹം തോന്നിയത്. സിമ്പിൾ അരിത്തമെറ്റിക്സ്. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. നിന്റെ ഈ പൊടി മേലെയാണ് കൈ. നീ അല്ല, നിന്റെ അമ്മൂമ്മ ഉണ്ടല്ല. ആ അമ്മൂമ്മ വിചാരിച്ച എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. അക്കമ്മ, 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 കൊച്ചു മുതലാളിക്ക് സുഖം തന്നല്ലേ? ദാമു തന്നെ. കള്ളക്കേസുണ്ടാക്കി കൊച്ചു മുതലാളി ജയിലിലേക്ക് അയച്ച അതേ ദാമു. പണ്ടത്തെ മരിച്ചുപോയ രാക്കമ്മയുടെ പഴയ കൂട്ടുകാരൻ. വിശ്വാസമായില്ലേ? ഞാൻ തിരിച്ചു വന്നത് എന്റെ രാക്കമ്മയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോകാനായിരുന്നു. പക്ഷേ അതിനു മുമ്പ് അവള് പോയി. അവളെ പറഞ്ഞു വെച്ചോ നിങ്ങളാ. നിങ്ങളോട് പകരം ചോദിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും. അവന്റെ ഒരു പകരം ചോദിക്കും. എനിക്ക് മാത്രമേ കൊച്ചുമുതലാളിയോട് പകരം ചോദിക്കാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ നീ ഇനിയും ജയിലിൽ പോകേണ്ടി വരും. അത് നിന്നെ കൊന്നിട്ടായിരിക്കും. തിരക്ക് കൂട്ടില്ലേ കൊച്ചുമുതലാളി. പകരം വീട്ടാൻ എനിക്ക് കുറെ കൂടെ സമയം വേണം. വേദന എന്താണെന്ന് നിനക്കറിയില്ല. അത് വേണ്ടതിലധികം അനുഭവിച്ചിട്ടുള്ളവനാ ഞാൻ. എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. നിനക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. അതെന്താണെന്ന് എണ്ണി എണ്ണി നിന്നെ അറിയിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. എന്നോട് വെല്ലുവിളിച്ചിട്ടുള്ളവരാരും സമയമെത്തി മരിച്ചിട്ടില്ല. എന്നാല് ആ ധാരണ മാറ്റാൻ സമയമായി കൊച്ചു മുതലാളി. ഞാൻ പോന്നു. നമുക്കിനി കാണാം. മോനെ, അവര് മനസാക്ഷി ഇല്ലാത്തവരാ. എപ്പോഴാ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഇനി നേരിടാൻ തന്നെ തീരുമാനിച്ചു. മുതലാളിമാർക്ക് കളിപ്പിക്കാനുള്ള പാവകളല്ല നമ്മള്. നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? പറഞ്ഞാ മാവന് മനസ്സിലാവില്ല. തല്ലിയാ തല്ലുകൊള്ളാനും വലിയവരെ പറഞ്ഞ അനുസരിക്കാനും മാവൻ അറിയും. പക്ഷെ പകരം ചോദിക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഈശ്വര, എനിക്ക് പേടിയാകും. അങ്ങനെ പിള്ളേ, ഈത നാളെ വരുന്നു എന്നും പറഞ്ഞ് കത്തുണ്ട്. പ്രസാദിനോട് വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടെല്ലാം പറഞ്ഞേക്കും.
ദാമുല്ലേ വരുന്നത്? അവൻ ആളാകെ മാറിയിരിക്കുന്നുണ്ട്. ശിക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ജോലി വേണം. കള്ളന്മാർക്ക് ജോലി കൊടുക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ കട്ട എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ മോനറിയാം. ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തോളാം. നീ ആരുടെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നതെന്ന് അറിയാം? അറിയാം, ഗോവിന്ദസ്വാമി കൗണ്ടറുടെ. ശങ്കരപ്പിള്ളേ, ഇവരെ പിടിച്ച് പുറത്താക്കും. തൊട്ടുപോകരുത്. ഞാൻ കാര്യമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു. മോഷണം നടത്തിയെന്നും പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാമെന്നൊന്നും വിചാരിക്കണ്ട. നീ പോതാമോ, തമാശ പറയാതെ. മുതലാളി നിനക്ക് ജോലി തരാതിരിക്കൂ? മുതലാളി, സംഗതി അബദ്ധമായി എന്നാ തോന്നുന്നത്. ഇവൻ പഴയ ദാമു അല്ല. അവനെ പെട്ടെന്ന് പിണക്കാതിരുന്നാ മതി, പിന്നീട് എന്തെങ്കിലും ചെയ്യാം. ആ പെണ്ണി എത്തേന്റെ സങ്കടമാവന്. ഏതോ ഒരു പൊൻകിനാവായി നീ അകന്നല്ലോ എന്റെ പൈങ്കിളി പെണ്ണെ. ഏതോ ഒരു പൊൻകിനാവായി നീ അകന്നല്ലോ എന്റെ പൈങ്കിളി പെണ്ണെ. പ്രണയമല്ലി പൂവിരിഞ്ഞൊരു കരയിൽ ഞാൻ മേഘനായി. പ്രണയമല്ലി പൂവിരിഞ്ഞൊരു കരയിൽ ഞാൻ മേഘനായി. ഏതോ ഒരു പൊൻകിനാവായി നീ അകന്നല്ലോ എന്റെ പൈങ്കിളി പെണ്ണേ. മാനസം കേണു എങ്ങു പോയി നീ, കോമലാളെ കാത്തിരിക്കും തോഴനാരുണ്ട്. മാനസം കേണു എങ്ങു പോയി നീ, കോമലാളെ കാത്തിരിക്കും തോഴനാരുണ്ട്. തുളുമ്പും പ്രിയന്റെ മിഴിത്തുമ്പി സഖീനി വിഷാദം അലിഞ്ഞല്ലോ. ഏതോ ഒരു പൊൻകിനാവായി നീ അകന്നല്ലോ എന്റെ പൈങ്കിളി പെണ്ണേ. മോളക്ക് സ്ഥലമൊക്കെ പിടിച്ചെന്ന് തോന്നുന്നല്ലോ. അതെ അച്ഛാ, എന്തു ഭംഗി. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴൊന്നും ഇത്ര സുഖം തോന്നിയിട്ടില്ല. അതങ്ങനെയാ, കാണാതിരുന്ന് കാണുമ്പോഴാണ് കാഴ്ചക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നത്. അല്ലെ ശങ്കരപിള്ളേ? പിന്നെ പലരും കാണാത്ത എത്ര കാഴ്ച മുതലാളി കണ്ടിരിക്കുന്നു. സിറ്റി ലൈഫ് സത്യത്തിൽ എനിക്ക് മടുത്തു വെച്ചാ. ഇവിടെ വന്നപ്പോൾ സ്വർഗം കിട്ടിയ സുഖമാണ്. അക്കരയ്ക്ക് ഇക്കരെ പറ്റാ, അല്ലാതെന്താ? കുറെ കഴിയുമ്പോ തോന്നും സിറ്റി ലൈഫാ നല്ലത്. എനിക്ക് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അതിനെന്താ ശങ്കരപിള്ളേ? ഒരു നിമിഷം ഞാനിപ്പോ വരാം. റിയലി ബ്യൂട്ടിഫുൾ. കുഞ്ഞിന്റെ പഠിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ. പോയിട്ട് എത്ര കാലമായി. പരീക്ഷ കഴിഞ്ഞിട്ട് എന്നെ അയക്കില്ലെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അമ്മാവൻ. പിന്നെ എന്റെ നിർബന്ധം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പട്ടണത്തിന്റെ സൗകര്യം ഉണ്ടോ ഇവിടെ കിട്ടുന്നു? പട്ടണം എന്ന് വെച്ചാൽ എന്തുവാ? അയ്യോ,
കാണുന്ന സ്ഥലമൊക്കെ ഇപ്പോ മുതലാളിയുടേതാണ്. ഉടമസ്ഥരില്ലാതെ കാട് കയറി കിടന്ന ഈ സ്ഥലം മുതലാളി നോക്കിനിട്ടു. ഇപ്പോ സർക്കാരും മുതലാളിയും തമ്മിൽ ഒരു യുദ്ധത്തിലാണ്. പക്ഷേ മുതലാളി വിടൂല. തിരുപ്പൂവേ ചുമന്ന പൂവേ ഇത്ര നാളും നീ എങ്ങോ പണ്ണിനായിട്ട് എന്താ അവിടെ മാട് മേയ്ക്കാൻ വിട്ട നിന്നെ മേയ്ക്കാൻ എന്നെ ആള് വേണം. മേച്ചോണ്ടിരിക്കുവായിരുന്നു. മേയ്ക്കോണ്ടേ കഴിഞ്ഞ് ഇവിടെ വളർന്നു. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളേ മാനെ. എന്തിന്? മാടിനെ മേച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇച്ചിരി ചായ കുടിക്കണമെന്ന് തോന്നി. അക്കാലിന്റെ കടയിൽ ചെന്ന് നോക്കിയപ്പം കാശ് കളഞ്ഞുപോയി. ഞാൻ ഇച്ചിരി പച്ചവെള്ളം കുടിച്ചോണ്ടിങ്ങി പോന്നു. ഒരു പൊട്ടന നമ്മുടെ ഉപ്പും ചോറ് നിന്ന് അങ്ങനെ കഴിയുന്നു. നിനക്ക് ചായ കുടിക്കണോ? ആ ശങ്കരപ്പിള്ളേ, ചായ കുടിക്കാൻ കാശ് കൊടുക്ക്. കൊടുക്കണോ? പിന്നെ കൊടുക്ക്. പിന്നെ കൊടുക്കാം. അയ്യോ അത് വേണ്ട. പണിയെടുക്കാണ്ട് കിട്ടണ കാശുകൊണ്ട് മുത്തു ചായ കുടിക്കൂല. ഹായ് എന്ത് നല്ല കുപ്പായ അല്ലേ? അയ്യോ കുഞ്ഞിന്റെ ഉടുപ്പ് മുഴുവൻ ചീത്തയായി. കാലൻ. കൊച്ചുമുതലാളി 2 ദിവസമായി കഞ്ഞി കുടിച്ചിട്ട്. അതിന് ഞാൻ എന്താ വേണ്ടത്? ഇത്തിരി കാശ്. അതിനെന്താ ഇവിടെ കാശ് കളയുന്ന മരമുണ്ടോ? എടാ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യേ, എന്നിട്ട് കൂലി വാങ്ങിച്ച് കഞ്ഞി കുടിക്കേ. മനസ്സിലായോ? രാക്കമ്മ ചത്തേ പിന്നെ മുതലാളിക്ക് എന്നോട്. മതി മതി മതി. ഈ ചത്തുപോയവരെ പറ്റി പറഞ്ഞ് കരയുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നാ പിടിച്ചോ. ആ നാളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഓ ലക്ഷ്മി, ഇവിടെ മൈലാഞ്ചി കിട്ടുമോ? കിട്ടുമല്ലോ. എനിക്ക് കുറച്ച് മൈലാഞ്ചി കൊണ്ടുവരും. ഉടനെ വേണോ? വേണം. എന്നിട്ട് വേണം എനിക്ക് തോട്ടത്തിലേക്ക് പോയാൽ. ഇപ്പൊ കൊണ്ടുവരാം. മോളെ കരയാണോ? വാ. ആ കരയാതെ മോളെ. എടി, നിന്നോട് ഇവിടെ ഇരിക്കാനാ പറഞ്ഞേ? ഞാൻ മൈലാഞ്ചി കാത്തിരിക്കുന്നു. കുഞ്ഞിനെ ഒന്ന് ഉറക്കിയിട്ട് വരാൻ കൊച്ചമ്മ. അത് അവളുടെ കുഞ്ഞാണ്. കുഞ്ഞ് കരഞ്ഞാൽ മുല കൊടുക്കേണ്ടത് അമ്മയുടെ കടമയാണ്. താനാരാ ചോദിക്കാൻ? ഞാനോ? ഞാൻ പാവപ്പെട്ടൊരു തൊഴിലാളിയാ. പേര് ദാമു. നീ ആ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ട് കിടത്തേ. റാസ്കൽ, നിന്റെ ഈ ധിക്കാരം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. അച്ഛനോട് പരാതി പറയുമ്പോ ഒരു കാര്യം പ്രത്യേകം പറയണം. ജോലിക്കാർ ശമ്പളം വാങ്ങുന്നത് തല്ല് വാങ്ങാനല്ലെന്ന്. ആരെ? തോട്ടത്തിൽ പണിയെടുക്കുന്ന ആ തെമ്മാടി ദാമു. അതേറ്റാ, ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് അയാളെന്നെ അടിച്ചത്. എന്നിട്ട് അച്ഛനോട് പോയി പറയാൻ പറഞ്ഞു. വിളിക്കവനെ. ഓ അഹങ്കാരി. അവള് വിഷമിക്കട്ട. അച്ഛൻ അവനെ നിലയ്ക്ക് നിർത്തിക്കോളാം. ചായ. നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇനി കയറി വാദാമോ? ഇത്ര നാളും പുറത്തു നിന്നുണ്ടല്ലോ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരുന്നത്. പ്രാണ ജാതിക്കാര് കയറി അക്കാളിന്റെ കട അശുദ്ധമാക്കണ്ട. അതൊക്കെ പണ്ടല്ലായിരുന്നു ദാമു. ഇപ്പൊ ശുദ്ധവും അശുദ്ധവും ഒക്കെ ആര് നോക്കുന്നു? ശാന്ത എവിടെ ഇല്ലേ? ഉണ്ടല്ലോ. മോളെ ശാന്തേ. കൊച്ചുമുതലാളി വിളിക്കണം. എന്നോട് സാരി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കൊച്ചുമുതലാളിയുടെ കൂട്ടുകാരാരണ്ടോ വരണുണ്ടോ? വാങ്ങിച്ചോടി. വാങ്ങണ്ട. നീ ഉടുത്തൊരുങ്ങി പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. മുതലാളിമാർക്ക് സുഖം പകരാനല്ല നമ്മളൊക്കെ ജീവിക്കുന്നത്. നീ ആരാടാ അത് ചോദിക്കാൻ? നിന്റെ മുതലാളിയോട് നീ ചോദിക്കും, അവനറിയാം. ദാമു, മഴക്കൊണ്ടാക്കണ്ട. നീ പോ. ഈ പേടിയാണ് നിങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത്. ജീവിക്കണ്ടേ ദാമു? ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം പട്ടിണി കിടന്ന് ചാവുകയാണ്. ഇതൊക്കെ പറയാനേ ആളുണ്ടാവും. അല്ല, ഇനി മുതൽ പ്രവർത്തിക്കാനും ആളുണ്ട്. എടാ, നീ എന്ന് പറഞ്ഞേര് ശാന്ത വരുന്നില്ലെന്ന്. നാട്ടുകാരെ നന്നാക്കാൻ നടക്കുകയാണോ നീ? കൊറേയൊക്കെ. ശാന്തേ, നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല.
നിങ്ങൾ ഇതിന് അനുഭവിക്കും. ഓ അനുഭവിച്ചോളാം. കൊച്ചുമുതലാളി അവള് വന്നില്ല. വരാൻ അവൾക്ക് സമ്മതമായിരുന്നു. പിന്നെന്ത് പറ്റി? ആ ദാമു അവൻ പറഞ്ഞു മുടക്കി. കൊച്ചുമുതലാളിയെ അവൻ കുറെ ചീത്തയും പറഞ്ഞു. ഞാൻ കൊച്ചുതമ്പരാട്ടി ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മോളെ തല്ലി എന്തിനാന്ന് അച്ഛൻ എന്നെ വിളിച്ചു ചോദിച്ചു. ധിക്കാരം കാണിച്ചാല് ഇനിയും ചിലപ്പോ ഞാൻ തല്ലുമെന്നും പറഞ്ഞു. വിരോധം വല്ലതും ഉണ്ടോ? നീ കൂലി വാങ്ങുന്നത് ജോലി ചെയ്യുന്നതിനോ തെമ്മാടിത്തരം കാണിക്കുന്നതിനോ? പ്രധാനമായും ജോലി ചെയ്യുന്നതിന്, പിന്നെ മര്യാദ ഇല്ലാതെ നടക്കുന്നവരെ അല്പം മര്യാദ പഠിപ്പിക്കുന്നതിന്. എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും നീ വളർന്നിട്ടില്ലടാ. അങ്ങനെ തറപ്പിച്ച് പറയാതെ വേണ്ടേ. നിന്നെ മര്യാദ പഠിപ്പിക്കാന് എനിക്ക് ഈ വളർച്ചയൊക്കെ മതി. പിന്നൊരു കാര്യം, പലപ്പോഴായിട്ട് എനിക്ക് നിന്നേക്കാൾ ഒരു 5-6 വയസ്സ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാനുമായിട്ട് സംസാരിക്കുമ്പോ ഈ എടാ പോടാ എന്നുള്ള വിളിയൊക്കെ ഒഴിവാക്കുന്ന ആ ഭംഗി. പിന്നെ അധ്വാനിച്ച് തഴമ്പിച്ച കയ്യാ എന്റേത്. തല്ലിയപ്പം കവള് നല്ലതുപോലെ വേദനിച്ചിരിക്കും. സ്വല്പം തൈലം പുരട്ടുന്നതാ നല്ലത്. ശങ്കരപ്പിള്ളേ, ഓ, നമ്മുടെ തോട്ടത്തിലെ തൊഴിലാളികളില്ലേ, അവരൊക്കെ എവിടെ താമസിക്കുന്നത്? ഇവിടെയൊക്കെ തന്നെ. എന്തേ? ആ ദാമു ഇല്ലേ, അയാൾ തനിച്ചാണ്? ആരെ? നമ്മുടെ തെമ്മാടി ദാമു? അതെ. ആ, അവനൊരു കിഴവൻ അമ്മാവൻ മാത്രമേ ഉള്ളൂ, മായാണ്ടി. അയാൾ നമ്മുടെ പഴയ ജോലിക്കാരനായിരുന്നു. അയാള് കല്യാണം കഴിച്ചിട്ടില്ലേ? പിന്നെ മായാണ്ടിയുടെ ഭാര്യ എത്തിട്ട് കൊല്ലത്രേ. അയാളല്ല, പിന്നെ ദാമു. അവൻ ആര് പെണ്ണു കൊടുക്കാൻ? എന്തേ ചോദിക്കാൻ? ഒന്നുമില്ല, വെറുതെ. ഒന്നുമില്ല, വെറുതെ. ആ, എന്ത് കുന്തെങ്കിലും. അവൻ ഈ പാവം പെണ്ണെ ഇങ്ങനെ ദ്രോഹിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ആഹാ, എന്റെ ബംഗ്ലാവിലൊന്ന് തോന്നിവാസം കാണിക്കാൻ വേണ്ടി നീ വളർന്നതാ. ജയദേവ, ഒരു കണ്ടി, ഭൈരവ, ഗോപി, അടിക്കവന്. മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഒരു മനുഷ്യത്തിലുള്ള ഒരാളെ വെറുതെ ആയിട്ട് ഇങ്ങനെ അടിക്കുക, ഇതിനൊന്നും നിയമമില്ലേ? നീ പറ. കൊച്ചുമുതലാളി, ഇന്ന് നിങ്ങൾ ജയിച്ചു. പക്ഷെ ദാമുന് ഇതൊരു തോൽവിയല്ല, ശക്തിയാണ്. അത് ഓർമ്മയിരിക്കണം. നമുക്ക് പോവാം. ഇവിടെ നിന്നാ ഇവര് നമ്മളെ കൊന്നുകളയും. പാതാമോട്ട. ദാമുവിനെ ഇങ്ങനെ വിട്ടാ പോരാ. പോരാ, അത് തന്നെ എന്റെ അഭിപ്രായം. നമ്മൾ വേണ്ടാന്ന് വെക്കുന്തോറും അവന്റെ തോന്നിവാസം കൂടി വരിക. ഇപ്പതേ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നടക്കുന്നു അത്ര. എന്ന് മാത്രമല്ല, തൊഴിലാളികൾ ഇപ്പോ കൂലി കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രദേശത്തുനിന്ന് അവനെ ഓടിക്കാനുള്ള മാർഗം എന്തെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അവനെ പുതിയൊരു ജോലി ഏൽപ്പിക്കാം. എന്ത് ജോലി? നമുക്ക് അവനെ ആനക്കാട്ടിലേക്ക് അയക്കാം. നമ്മുടെ നെല്ലിനും കുരുമുളകിനും ഒരു കാവലാവട്ടെ.
ആനക്കാട്ടിലേക്കോ? തനിച്ചോ? ഇപ്പൊ അവിടെ 8 ആളാ കാവല്. അതിനെന്താ, ആരെയും പേടിയില്ലാത്തവനല്ലേ. തനിച്ച് കാവല് കിടന്നാലേ പേടിയുടെ അർത്ഥം അവന് മനസ്സിലാവും. കാര്യമൊക്കെ കൊള്ളാം. അവസാനം ആന കുത്തിക്കൊന്ന നമ്മൾ സമാധാനം പറയേണ്ടി വരുമോ? ആരോട് ചോദിക്കാൻ അവൻ ആരാ ഉള്ളത്? ആ കിഴവൻ. അച്ഛനൊന്നും ചുമ്മാ ഇരിയാട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവനെ ആനക്കാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ശങ്കരപ്പിള്ളേ, ഓ, മാമ, ഞാൻ പോയിട്ട് വരട്ടെ. മാമ എന്തിനാ കരയുന്നേ? മോനെ, ആനക്കാട്ടിൽ കാവലിരിക്കാൻ പോയിട്ടാ. എന്റെ അച്ഛനെ ആന കുത്തിക്കുന്നതല്ലേ. മാമൻ ഒട്ടും ഭയപ്പെടണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അവിടെ ഒറ്റയ്ക്ക് ഇതുവരെ ആരും കാവലിരിക്കാൻ പോയിട്ടില്ല മോനെ. നിന്നോടുള്ള വിരോധം കൊണ്ടാ ഒരാൾ നിന്നെ മാത്രം അങ്ങോട്ട് അയക്കുന്നത്. അവർക്ക് എന്നെ അങ്ങനല്ലേ തോപ്പിക്കാൻ പറ്റൂ. ഏതായാലും എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യാതിരിക്കില്ല. പേടിച്ച് പിന്മാറുന്നവനല്ല ദാമു എന്ന് എനിക്ക് അവരെ ഒന്ന് അറിയിക്കണം. മാമൻ ധൈര്യമായിരിക്കും. രാത്രി കൂട്ടിന് മുത്തുവിനെ വിളിച്ചോളൂ. നോക്കൂ, ആനക്കാട്ടിലേക്കാണോ? അതെ. കൂട്ടിനറിമില്ലേ? എന്താ, വരാൻ ഉദ്ദേശമുണ്ടോ? മുതലാളിക്കും കൊച്ചു മുതലാളിക്കും ദാമുവിനെ ഇനിയും ശരിക്കും മനസ്സിലായിട്ടില്ല. ആരോടും തോറ്റ് പിന്മാറുന്നവനല്ലേ. ഒറ്റയ്ക്ക് അവിടെ കഴിയാൻ പേടി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും അയക്കാം. അച്ഛനും ചേട്ടനും ആരും അറിയാതെ. വേണ്ട, എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ്, മറ്റാരെക്കാളും.
ആട്ടെ, തന്റെ പെണ്ണിന് എത്ര വയസ്സായി? കഴിഞ്ഞ മേടത്തിൽ 26 കഴിഞ്ഞു. ഈ 26 വയസ്സെന്നൊക്കെ പറയുന്നത് ഒരു വയസ്സാണോ ശങ്കരപിള്ളേ? ഇത്ര ചെറുപ്പത്തിലെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതൊക്കെ ഒരു പഴയ ആചാരമാണ്. കൊള്ളാവുന്ന ഒരു ആലോചന വന്നാൽ അത് വെച്ച് താമസിപ്പിക്കുന്നത് തെറ്റല്ലേ കൊച്ചു മുതലാളി? എന്ന് വെച്ച് എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചു പെണ്ണിനെ പിടിച്ച് വല്ലവന്റെ കയ്യിലും ഏൽപ്പിക്കുക, അല്ല അതാ എന്റെ ശരി? അതിരിക്കട്ടെ, മറ്റേ ഈ കുട്ടി കാണാനൊക്കെ. കൊച്ചു മുതലാളി, അയ്യോ ദേഷ്യപ്പെടരുത്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഏതായാലും അച്ഛൻ തന്നെ കൈയൊഴുക്കും. ഇനി ഞാൻ വിചാരിച്ചാലല്ലേ വല്ലതും നടക്കും. അതെ ആണല്ലോ, അതെ. അപ്പൊ ഞാൻ വിചാരിക്കും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുട്ടിയൊന്ന് കാണണം. എന്നിട്ട് വേണം എന്തെല്ലാം സ്ത്രീധനം കൊടുക്കണം, എന്തോരോ ആഭരണങ്ങൾ വാങ്ങിക്കണം എന്നൊക്കെ എനിക്കൊരു തീരുമാനം എടുക്കാം. കൊച്ചു മുതലാളി, ഞാൻ പോണു. അല്ല അങ്ങനെ തെറ്റിദ്ധരിച്ചോണ്ട് പോവാം. ഞാനെന്റെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. എന്താ ഇത്ര വലിയ ആലോചന? വലിയ ധൈര്യമുള്ള ആളാ, പേടിച്ചത് കണ്ടില്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നത്? കാണാൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലേ? ഇല്ല, ഇന്നാണ്, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഗീതയെ കാണാൻ കഴിഞ്ഞത്. ഇത് നല്ല തമാശ. തമാശയല്ല, കാര്യമാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് ഗീത. വെറുതെ എന്നെ കളിയാക്കുകയാണ്. സത്യം പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ള പുരുഷനാണ് ദാമോട്ടൻ. ഞാനൊരു പാവപ്പെട്ട തൊഴിലാളിയാണ്. ഞാനൊരു തൊഴിൽ പോലും ഇല്ലാത്ത പെണ്ണാണ്. പക്ഷേ നിങ്ങൾക്ക് കണക്കില്ലാത്ത സ്വത്തില്ലേ? അത് അച്ഛനും ചേട്ടനും ഉണ്ടാക്കിയതാ. എനിക്കതൊന്നും ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്താണ് കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്? സ്നേഹിക്കാൻ അറിയാവുന്ന എന്റെ ദാമോട്ടനെ. എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ, കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അത് ഇവിടെ വെച്ച് വേണ്ട. പിന്നെ ഞാൻ നിന്റെ വീടിന്റെ പ്രവേശം. അപ്പോ നീ ഇറങ്ങി വരണം. അയ്യോ, ഞാൻ വരില്ല, എനിക്ക് പേടിയാവും. ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നു? നീ ഇറങ്ങി വരണം. നേരം വെളുക്കോളം നമുക്കിത് സംസാരിക്കാം. ആരെങ്കിലും കണ്ടാലോ? ആരും കാണാത്തിടത്തേക്ക് ഞാൻ കൊണ്ടു. ഈ കാട്ടിലെങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നേ? ഒറ്റയ്ക്കാ കഴിയുന്നെന്ന് ആര് പറഞ്ഞു? പിന്നെ ആരാ കൂട്ട്? ആ, കാടല്ലേ, വല്ല കാട്ടുമൃഗങ്ങളും കാണും. പിന്നെ അതിന്റെ ശബ്ദവും കേൾക്കാം. പേടി തോന്നില്ലേ? ഇല്ല, പേടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ അതെല്ലാം മാറി. ഇവിടെ ഇരിക്കാൻ തരാനൊന്നുമില്ല. സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്താണ് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയാൻ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ നിന്നെ കണ്ടപ്പോ എല്ലാം മറന്നുപോയി. അച്ഛനോ ചേട്ടനോ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. ഞാനുള്ളപ്പോഴോ? എന്നെ വിശ്വാസമില്ലേ?
വിശ്വാസമില്ലാതെ ഞാൻ വരുമോ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. നിനക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. അതെന്താണെന്ന് എണ്ണി എണ്ണി നിന്നെ അറിയിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ പോകും. ഞാൻ കത്ത എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ മോനറിയാം. ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തോളാം. വേദന എന്താണെന്ന് നിനക്കറിയില്ല. അത് വേണ്ടതിലധികം അനുഭവിച്ചിട്ടുള്ളവനെ ഞാൻ. കൊച്ചുമുതലാളി, ഞാൻ കൊച്ചുമുതലാളി തിരക്ക് നടക്കുമായിരുന്നു. എന്തിന്? കുറച്ച് കാശ് വേണമായിരുന്നു. നിനക്ക് എപ്പോ നോക്കിയാലും ഈ കാശ് എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ അല്ലേ? കൊച്ചുമുതലാളിയോടല്ലാതെ പിന്നെ ആരോടാ ഞാൻ ചോദിക്കുക? പണിയെടുത്തില്ലേലും നിന്നെ പോറ്റിക്കൊള്ളാമെന്ന് ഞാൻ എന്താ മുദ്രപത്രത്തിൽ എഴുതുന്നത്? ഉണ്ടെങ്കിൽ വിവരം പറ, അങ്ങനെ ചെയ്തോളാം. കൊച്ചുമുതലാളി പറഞ്ഞിട്ടാണ് രാക്കമ്മയെ. തൃപ്തിയായില്ലേ? സ്വന്തം ഭാര്യയെ വിറ്റ് എന്നതിന്റെ കൂലി കിട്ടിയില്ലേ? നാണം കെട്ടത്. ഇനിയെങ്കിലും മാനമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ഞാൻ ദാമോട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കും. ദാമോട്ടനെ പോലെ തന്റെ ഇടമുള്ള ഒരുത്തനായി ഞാൻ അവനെ വളർത്തും. നീ ഗർഭിണിയാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞില്ലേ? ഇല്ല, അച്ഛൻ അറിയണ്ട. പിന്നെന്ത് ചെയ്യും? നമുക്ക് ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം. അവിടെ ജോലി ചെയ്ത് ജീവിക്കാം. അതുപോലെ നിന്റെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞാണെന്ന് നിന്റെ അച്ഛനും ചേട്ടനും അറിയണം. അയ്യോ, എന്നാൽ നമ്മെ രണ്ടുപേരെ അവർ കൊല്ലും. ഇല്ല, അവരെ അത് അറിയിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇല്ലെങ്കിൽ ഞാൻ ഭീരുവാണെന്ന് മറ്റുള്ളവർ പറയും. എന്താ, നിന്റെ ദാമുവട്ടം ധൈര്യമില്ലാത്തവനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കണം.
വലിയ നാണക്കേടായി പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. നമുക്ക് ഇവളെ കൊണ്ട് മദിരാശിക്ക് പോകും. എന്തിന്? 2-3 മാസം നീ നിന്റെ അമ്മാവന്റെ കൂടെ താമസിക്കും. ഇങ്ങോട്ട് പോരാറാവുമ്പോഴേക്കും എല്ലാം ശരിപ്പെടുത്തിക്കൊണ്ട് പോരാ. എന്നിട്ട് അവരെ കൂടെ വിവരം അറിയിക്കണം അല്ലേ? അച്ഛനെന്താ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത സംസാരിക്കുന്നത്? അച്ഛനൊരു കാര്യം ചെയ്യും. ഇവളെ പണ്ട് കല്യാണം ആലോചിച്ച ആ ബാങ്ക് ഓഫീസർ അയാളെ എങ്ങനെയാണ് കയറി പിടിക്കും? വേണ്ട, എനിക്കാരും കല്യാണം ആലോചിക്കണ്ട. എന്നെ പോയി സന്വേഷിച്ചോടി കൊടുത്തങ്ങനോടെ. എന്നെ എന്താ ഇതാ കളപ്പുരയുടെ താക്കോൽ. ഇതിപ്പോ എന്തായി തെരഞ്ഞെന്തിനാ? ഇതിന് മുതലാളി എന്നെ വെച്ചാൽ മതി, ഞാൻ പോവുകയാണ്. എന്താ കാര്യം? തനിക്കിവിടെ എന്തിനാ കുറവ്? ഒരു കുറവുമില്ല. നാട്ടുകാരുടെ അവമാനം സഹിച്ച് നാണമില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ ഇനി എനിക്ക് സാധ്യമല്ല. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങി പോടോ. പോകാൻ തന്നെയാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു. നിങ്ങളുടെ എല്ലാ കൊള്ളരായ്മകൾക്കും ഞാൻ കൂട്ടുകന്നു. എന്നിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. താൻ കണക്ക് പറയണോ? കണക്ക് പറയുന്നത് മാനവ മര്യാദ ഉള്ളവരോടാ. ശങ്കരപ്പിള്ളേ, മനസ്സിലായി. ബാബു, അങ്ങനെ നീ ഞങ്ങളെ തോൽപ്പിച്ചു അല്ലേ? ഞാനോ? നിങ്ങളെയോ? കൊച്ചു മുതലാളിക്ക് നല്ലപോലെ തമാശ പറയാൻ അറിയാമല്ലോ. അധികം സംസാരിക്കാതെ തന്നെ എന്റെ നില നിനക്ക് മനസ്സിലായി. അതെങ്ങനെയാ കൊച്ചു മുതലാളി? ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ലല്ലോ. ദാമു, നീ എന്റെ ക്ഷമ പരിശോധിക്കരുത്. ഞാനിപ്പോ വന്നത് ഒരു സഹായം അഭ്യർത്ഥിക്കണം. ഗോവിന്ദസ്വാമി കൗണ്ടറുടെ മോഹി പാവപ്പെട്ടവന്റെ സഹായമോ? ഇങ്ങനെ കളിതമാശ പറയാതെ കൊച്ചു മുതലാളി. കൊച്ചു മുതലാളിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആജ്ഞാപിക്കാമല്ലോ. എന്റെ അനിയത്തി ഗർഭിണിയാണ്. പെണ്ണല്ലേ, ഗർഭിണിയാവും. അതിനെന്താ? അവളെ നശിപ്പിച്ചത് നീയാണ്. അതിന് അവള് നശിച്ചില്ലല്ലോ. അവള് പ്രസവിക്കും. തന്തയില്ലാത്തൊരു കുട്ടിയെ. പണവും പ്രതാപവും ഉള്ള തറവാടല്ലേ, നിങ്ങൾക്കൊരു അന്തസ്സാത് തീർച്ച. നീ പറഞ്ഞാലേ അവൾ എന്തെങ്കിലും കേൾക്കൂ. ഞാൻ എന്തു പറയണം? അവളോട് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നു. എന്തിനാ ദേഷ്യപ്പെടുന്നത്? പണ്ടൊരു പെണ്ണ് നിങ്ങളുടെ കാക്ക വീണ് കരഞ്ഞ് രക്ഷിക്കണേന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പൊട്ടിച്ചിരിച്ചില്ലേ? അത് അന്നല്ലേ? പക്ഷേ ഞാനത് ഇന്നും മറന്നിട്ടില്ല, മരിക്കോളം മറക്കുകയുമില്ല. ദാമോ, നിനക്കെന്നെ അറിയില്ല. നിന്നെയോ? എന്റെ എല്ലാം മരുന്ന് രാക്കമ്മയുടെ മരണത്തിന് കാരണക്കാരനായ നിന്നെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ അറിയാം? ദാമു, എന്റെ അനിയത്തി ഒരു പാവം പെണ്ണാണ്. അതിനേക്കാൾ പാവമായിരുന്നു എന്റെ രാക്കമ്മ, അല്ലേ? സ്നേഹത്തിന്റെ വില എന്തെന്നറിയാത്ത നീ ഇക്കാര്യത്തിൽ എന്തിനാ സഹോദരി സ്നേഹം കാണിക്കുന്നത്? അവള് പ്രസവിക്കട്ടെ. ഗോവിന്ദസ്വാമി കൗണ്ടറുടെ മകള് പേച്ചവളാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറയട്ടെ. അത് കേട്ട് കൈകൊട്ടി ചിരിക്കുന്നവരുടെ ഏറ്റവും മുമ്പ് ഞാൻ കാണും. പോരെ? അപ്പൊ ഞാൻ വരട്ടെ.
ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവന് കിട്ടിയത്. ഇത് അവന്റെ മാത്രമല്ല, ഒരു വർഗത്തിന്റെ അവസാനം. ഇനി ഇവിടെ ആരും ആരെയും അടിമകളാക്കണം. രാമുവേട്ട, എന്നാലും കൊച്ചു മുതലാളി എല്ലാരും പാവങ്ങളാണ്. എന്റെ ചേട്ടൻ കരയൽ, നിനക്ക് പരിചയമില്ലാത്തൊരു ദാമുവായി. നെഞ്ചു നിറയെ എരിയുന്ന പകയുമായി നടന്ന ദാമു എന്റെ പ്രതികാരം തീർക്കാൻ കണ്ട വഴി മാത്രമായിരുന്നു. നിന്നോട് സ്നേഹം കാണിച്ചപ്പോഴൊക്കെ നിന്റെ ചേട്ടനോടുള്ള വൈരാഗ്യം വരുന്ന എന്റെ മനസ്സിൽ. അവനെ തോൽപ്പിക്കാനുള്ള ആവേശം. അതിനുവേണ്ടി ഒന്നും അറിയാത്ത നിന്നെ എനിക്ക് വഞ്ചിക്കേണ്ടി വന്നു. അപ്പോൾ സ്നേഹവാക്കൾ പറഞ്ഞിന് വഞ്ചിക്കായിരുന്നല്ലേ? വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഗീതേ, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നീ പാവമാണ്, എന്റെ രാക്കമ്മയെ പോലെ. എല്ലാം അറിഞ്ഞുകൊണ്ട് നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ